ിരിക്കുവാണ്. ഇപ്പയും കൂടെ കഴിച്ചിട്ട് ഇപ്പൊ വൈ എന്ന് പറയുന്ന ലെറ്റർ ഞാനിപ്പോ കംപ്ലീറ്റ് ചെയ്തു. ഇനിയും അടുത്തത് എ, ആദ്യത്തെ നെയിമിലെ അവസാനത്തെ ലെറ്റർ. അതിനു വേണ്ടിയിട്ട് ACT2 എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിന്റെ പോപ്കോൺ ആണ് കഴിക്കുന്നത്. അങ്ങനെ ഇപ്പൊ ഇതും കൂടെ കഴിച്ചിട്ട് ആദ്യത്തെ നെയിം ഞാനിപ്പോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. വീണ്ടും എ തന്നെയാണ്. രണ്ടാമത്തെ നെയിമിന്റെ ആദ്യത്തെ ലെറ്ററിന് വേണ്ടിയിട്ട് ഇപ്പൊ ഒരു ആൽപ്പലീബയുടെ മുട്ടായി ആണ് കഴിക്കുന്നത്. മുട്ടായിക്ക് നല്ല കട്ടിയാണെങ്കിലും കടിച്ചു പൊട്ടിച്ചിട്ടാണെങ്കിലും കഴിച്ചിട്ട് ആദ്യത്തെ ലെറ്റർ എ ഇപ്പൊ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഇനിയും അടുത്ത ലെറ്റർ വരുന്നത് പി ആണ്. അതിനു വേണ്ടിയിട്ട് ഈ പുഷപ്പ് എന്ന് പറയുന്ന ചോക്ലേറ്റ് ആണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. ഇതിപ്പോ ഇതിനകത്തുനിന്ന് എടുക്കാൻ നോക്കിയിട്ട് വരുന്നില്ലല്ലോ ദൈവമേ. അങ്ങനെ ഇപ്പൊ എന്തായാലും ഈ ചോക്ലേറ്റ് കഴിച്ചിട്ട് പി എന്ന് പറയുന്ന ലെറ്റർ ഞാനിപ്പോ കംപ്ലീറ്റ് ചെയ്തു. ഇനിയും വീണ്ടും വരുന്നത് പി തന്നെയാണ്. അതിനു വേണ്ടിയിട്ട് ഇതാ ഈ കാണുന്ന പാണ്ടയുടെ മുട്ടായി ആണ് ഞാൻ കഴിക്കുന്നത്. ഈ മുട്ടായി കണ്ടിട്ട് മെൻഡോസ് പോലെ ഇരിക്കുന്നു. കഴിക്കുമ്പോഴും ആ ഒരു ടേസ്റ്റ് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ കഴിച്ചിട്ട് ഒരു മഞ്ച് കഴിക്കുന്ന പോലെ ഉണ്ട്. എന്തായാലും ഇപ്പൊ രണ്ടാമത്തെ പി എന്ന ലെറ്റർ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഇനിയും രണ്ടാമത്തെ നെയിമില് അവസാനത്തെ ലെറ്റർ യു. അതിനു വേണ്ടിയിട്ട് ഞാനിപ്പോ ഒരു ഉഴുന്നോടെയാണ് കഴിക്കുന്നത്. നല്ല മുതുവെയിലത്താണ് നിന്ന് കഴിക്കുന്നത് കൊണ്ട് ഒരു വട്ടം പോലും ക്യാമറയെ നോക്കാൻ പറ്റത്തില്ല. നോക്കിക്കഴിഞ്ഞാൽ അന്നേരം കണ്ണടഞ്ഞു പോകും. അങ്ങനെ ഇപ്പൊ അവസാനത്തെ ലെറ്റർ ആയ യു ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഇനിയും മൂന്നാമത്തെ നെയിമിന്റെ ആദ്യത്തെ ലെറ്റർ എ ആണ്. അതിനു വേണ്ടിയിട്ട് ഒരു ആപ്പി ബിസ് കുടിച്ചിട്ടാണ് തുടങ്ങുന്നത്. അങ്ങനെ ഇപ്പൊ ഈ ആപ്പി ബിസ് കുടിച്ചിട്ട് ആദ്യത്തെ ലെറ്റർ എ ഇപ്പൊ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അതും കൂടെ കഴിഞ്ഞിട്ട് ഇനി അടുത്ത ലെറ്ററിനുള്ള ഫുഡ് തപ്പിയിട്ട് വണ്ടി എടുത്തോണ്ട് ഇപ്പൊ ഞാൻ പൊക്കോണ്ടിരിക്കുവാണേ. അടുത്തത് ഇനിയും എസ് എന്ന് പറയുന്ന ലെറ്റർ ആണ്. അതിന് വേണ്ടിയിട്ട് ഒരു സ്നിക്കേഴ്സ് മേടിച്ചിട്ട് അത് റോഡിൽ തന്നെ വെച്ച് ഞാൻ കഴിച്ചു. അങ്ങനെ ഇപ്പൊ സ്നിക്കേഴ്സ് കഴിച്ചിട്ട് രണ്ടാമത്തെ ലെറ്റർ ആയ എസ് ഞാനിപ്പോ കംപ്ലീറ്റ് ചെയ്തു. എസ് എന്ന ലെറ്റർ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇനി അടുത്ത ലെറ്റർ വരുന്നത് ഓ ആണ്. ഓ എന്ന് പറയുമ്പോഴേ മനസ്സിലോട്ട് ഓറിയോ വന്നത് കൊണ്ട് നേരെ പോയിട്ട് ഒരു ഓറിയോ വാങ്ങി ഞാൻ കഴിച്ചു. അങ്ങനെ ഈ ഓറിയോ കൂടെ കഴിച്ചിട്ട് മൂന്നാമത്തെ ലെറ്റർ ആയ ഓയും ഞാനിപ്പോ കംപ്ലീറ്റ് ചെയ്തു. അടുത്തത് ഇനി കെ എന്ന് പറയുന്ന ലെറ്റർ ആണ്. അത് ഈ നെയിമിന്റെ അവസാനത്തെ ലെറ്ററും ഈ ചലഞ്ചിന്റെ അവസാനത്തെ ലെറ്ററും കൂടാണ്. ഇതും കൂടെ കഴിച്ചിട്ട് ഈ ചലഞ്ച് ഞാൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുവാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ പേര് കമന്റ് ചെയ്യാനും മറക്കല്ലേ. ഇത് കണ്ടില്ലേ, ഈ ചോക്ലേറ്റ് മെൽറ്റ് ആയിരിക്കുന്ന പോലെ നിങ്ങളുടെ മനസ്സും കൂടെ ഒന്ന് മെൽറ്റ് ആയിട്ട് ഈ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാനും മറക്കല്ല്. എന്നാ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നത്തെ ദിവസം ഞാൻ കേക്കുകൾ മാത്രമായിരിക്കും കഴിക്കാൻ പോകുന്നത്. ഈ കേക്ക് എല്ലാം കൂടെ കഴിച്ചിട്ട് എത്രത്തോളം ഞാൻ വെള്ളം കുടിച്ചെന്നും എനിക്ക് ഈ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്നും നമുക്ക് ഇതിലൂടെ നോക്കാം. തലേ ദിവസം വൈകുന്നേരം ഒരു കേക്ക് മേടിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു കേക്ക് കഴിച്ചിട്ടാണ് രാവിലെ തുടങ്ങുന്നത്. രാവിലെ പുട്ടോ ഇഡലിയോ കഴിക്കുന്നതിന് വരെ എന്റെ രാവിലത്തെ ആഹാരം ഈ കാണുന്ന റെഡ് വെൽവെറ്റിന്റെ കേക്കാണേ. അതും കൂടെ കഴിച്ചതിന് ശേഷം ഞാൻ നേരെ വണ്ടി എടുത്തുകൊണ്ട് റാന്നിക്ക് പൊക്കോണ്ടിരിക്കുവാണ്. ഈ ബേക്കറിയിൽ നിന്ന് കഴിക്കാനായിട്ട് ഈ കാണുന്ന കേക്കാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ ഇപ്പൊ ഈ കേക്ക് കൂടെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുവാണേ. 2-3 കേക്ക് ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോ ഇതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് വിചാരിച്ചാണ് കേട്ടോ ഇത് മേടിച്ചത്. പക്ഷെ കാണുന്ന പോലല്ല കേട്ടോ. കഴിച്ചു നോക്കിയപ്പോ അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. ആ കേക്കും അങ്ങനെ കഴിച്ചു തീർത്തു. സമയം ഇപ്പൊ ഒരു 11:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വീണ്ടും ഞാൻ ചെന്ന് അടുത്ത ബേക്കറി കയറി. ഈ കാണുന്ന ബേക്കറി ഞാൻ കയറാനുള്ള കാരണം ഈ ഫ്രീസറിൽ ഇരിക്കുന്ന ചെറിയ ബോട്ടിലെ ഡ്രീം കേക്കിന്റെ ചെറുതായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ എന്നുണ്ടെങ്കിൽ അത് ഫ്രൂട്ട് സലാഡ് ആയിരുന്നു. ഏതായാലും കേക്ക് മേടിക്കാനായിട്ട് കയറി. അപ്പോഴാണ് ഈ വാനിലയുടെ കേക്ക് അവിടെ ഇരിക്കുന്നത് കണ്ടത്. അങ്ങനെ അതേ ഒരെണ്ണം മേടിച്ചു. റോഡിന്റെ ഒരു സൈഡിലോട്ട് വണ്ടി നിർത്തിയിട്ട് അവിടെ വെച്ച് തന്നെ ആ കേക്ക് ഞാൻ കഴിച്ചു. പിന്നെ ആകെയുള്ള കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രീം കേക്ക് ആയതുകൊണ്ട് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ക്രീം താടിയിലോട്ട് അങ്ങ് പറ്റും. ഞാൻ ഈ കേക്ക് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഞാനിപ്പം നിൽക്കുന്നത് റാന്നിയിലെ മന്ദിരം പഠിക്കേണ്ട നമ്മൾ വടശ്ശേരിക്കരയിലോട്ട് തിരിയുന്ന ഒരു ഭാഗത്താണ്. ഞാൻ വെറുതെ ഈ റൂട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടം കണ്ടിട്ട് ഇങ്ങോട്ടൊന്ന് കയറിയതാ കേട്ടോ. ഞാൻ ഈ ഒരു വണ്ടി വെച്ചിരിക്കുന്ന ഈ ഒരു ഭാഗം കണ്ടോ, ഇവിടം തൊട്ട് അപ്പുറത്തോട്ട് കാണാനായിട്ട് ഒരു പ്രത്യേക രസമാണേ. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത് ഇതൊരു നെൽപ്പാടമാണെന്നാണ്. പക്ഷെ നെല്ലൊന്നുമല്ല. അടുത്തോട്ട് വന്ന് നോക്കിയപ്പോഴാണ് എന്തോ ഒരു സൈസ് ചെടി ഇങ്ങനെ കൂട്ടത്തോടെ നിൽക്കുന്നതാണ്. അവിടുന്ന് നേരെ വരുന്ന വഴിക്ക് വണ്ടിക്കകത്ത് കുറച്ച് പെട്രോൾ അടിച്ചുകൊണ്ട് വീണ്ടും ഞാൻ വീട്ടിലോട്ട് പൊക്കോണ്ടിരിക്കുവാണേ. ഉച്ചക്കത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കേക്ക് മേടിക്കണം. എപ്പോഴും ക്രീം കേക്ക് തന്നെയല്ലേ കഴിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അടുത്തുള്ള ഒരു ബേക്കറിയിലോട്ട് കയറിയിട്ട് നേരെ ഒരു കേക്ക് മേടിച്ചു. ഇപ്പൊ സമയം അങ്ങനെ 2:30 ആവാറായിട്ടുണ്ട്. ഉച്ചക്കത്തേക്ക് അങ്ങനെ കഴിക്കാനായിട്ട് ഈ കാണുന്ന കപ്പ് കേക്ക് ആണ് കേട്ടോ മേടിച്ചത്. അങ്ങനെ ഇപ്പൊ അത് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുവാണ്. കേക്ക് കഴിക്കുന്ന ഈ ഒരു ചലഞ്ച് തുടങ്ങിയപ്പോഴേ ഞാൻ വിചാരിച്ചത് ഒരു ദിവസം ഒരുപാട് കേക്ക് കഴിക്കാൻ പറ്റുമെന്നാണ്. പക്ഷെ എന്നുണ്ടെങ്കിൽ ഇത്രയും കഴിച്ചപ്പോഴത്തേക്ക് എനിക്ക് മടുത്തു തുടങ്ങി. മധുരം മാത്രം കഴിച്ചുകൊണ്ട് വെള്ളം കുടിക്കാത്തതുകൊണ്ട് നല്ല പോലെ ദാഹിക്കാൻ തുടങ്ങി. വരുന്ന വഴിക്ക് നല്ല ദാഹം ഉള്ളതുകൊണ്ട് വീട്ടിൽ വരുമ്പോൾ കുടിക്കാനായിട്ട് ഞാൻ ഇതും വാങ്ങിക്കൊണ്ടാണ് വന്നത്. കുറച്ച് നാളായിട്ട് ഞാൻ ഇതൊന്ന് മേടിച്ച് കുടിക്കണമെന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷെ ഇപ്പോഴാണ് പറ്റിയത്. കരിക്കും വെള്ളത്തിന്റെ അതേ ടേസ്റ്റ് കിട്ടാനായിട്ട് അതിന്റെ എന്തോ ഒരു ഫ്ലേവർ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ എന്നുണ്ടെങ്കിൽ ഒരു മാറ്റവും ഇല്ല. കറക്റ്റ് കരിക്കും കുടിക്കുന്ന അതേ ഫീല്. ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ എനിക്കൊരു ഓട്ടം വന്നു. കാർ എടുക്കേണ്ട വീട്ടിൽ കൊണ്ട് എന്റെ വണ്ടി വെച്ചിട്ട് കാറും എടുത്തോണ്ട് ഇപ്പൊ ഞാൻ പൊക്കോണ്ടിരിക്കുവാണേ. എന്നെ ഓട്ടം വിളിച്ചവർക്ക് ഈ കാണുന്ന സ്റ്റുഡിയോയിൽ വരാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ അവരെ ഇപ്പൊ സ്റ്റുഡിയോയിൽ ഇറക്കിയിട്ട് ഞാൻ കാറിൽ തന്നെ അങ്ങിരുന്നു. ഓട്ടവും കഴിഞ്ഞ് അങ്ങനെ വീട്ടിലെത്തി. എത്ര നോക്കിയിട്ട് ദാഹം മാത്രം മാറുന്നില്ല. അതുകൊണ്ട് ഫാൻഡയുടെ ഒരു കുപ്പി ജ്യൂസും മേടിച്ചിട്ട് അതും നിന്ന് ഇപ്പം മൊത്തം കുടിച്ചു തീർത്തു. ഫാൻഡ ഫുള്ള് കുടിച്ചു തീർത്തിട്ട് ഈ കാണുന്ന ലിംകായുടെ ജ്യൂസും കൂടെ കുടിച്ചു. മുഴുവനും കുടിക്കാൻ പറ്റിയിട്ടില്ല. ഇതിനാണെന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു ചവ. അങ്ങനെ ഇപ്പൊ വൈകുന്നേരം ആയിട്ടുണ്ട്. വൈകിട്ടത്തേക്ക് കഴിക്കാനായിട്ട് ഞാൻ ഈ കാണുന്ന ബ്ലാക്ക് ഫോറസ്റ്റിന്റെ ഒരു പേസ്ട്രിയുടെ കേക്കാണ് മേടിച്ചത്.
കുറെ ഫ്ലേവറുകൾ വരുന്ന കുറെ കേക്ക് കഴിക്കണമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചതെങ്കിലും ഇത്രയും കഴിച്ചപ്പോഴത്തേക്ക് ഞാൻ മടുക്കാനുള്ള പ്രധാന കാരണം ദാഹമാണ്. ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ എന്തായാലും കുറെ വെള്ളം കുടിച്ചു. അങ്ങനെ ഇപ്പൊ ഇതും കൂടെ കഴിച്ചിട്ട് ഈ ചലഞ്ച് ഞാൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുവാണ്. ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് അടിക്കാനും മറക്കല്ലേ. അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഹലോ ഗായ്സ്, അങ്ങനെ ഇന്നും ഞാൻ ചെറിയൊരു പരീക്ഷണം ചെയ്യാൻ പോവാണ്. എന്റെ കയ്യിലിരിക്കുന്ന ഈ ചില്ലറ പൈസ കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നൊരു ദിവസം കഴിയാൻ പോകുന്നത്. ഈ ചില്ലറ കൊണ്ട് ഞാൻ എന്തൊക്കെ ചെയ്തതെന്നും ഇത് എത്ര ചില്ലറ ഉണ്ടായിരുന്നെന്നും ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണണേ. വണ്ടി എടുത്തുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ഇറങ്ങി. ആദ്യം ഞാൻ ചെയ്തത് പെട്രോൾ അടിക്കുമായിരുന്നു. ഇവിടെ എനിക്ക് ചെലവായത് 50 രൂപയാണേ. അത് കഴിഞ്ഞിട്ട് ആഹാരം കഴിക്കാനായിട്ട് അടുത്തുള്ള ഒരു ഹോട്ടലിലോട്ട് പോയി. ഇന്നത്തെ എന്റെ ഒരു ദിവസം ചില്ലറ പൈസ കൊണ്ട് മാത്രമായതുകൊണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും ഇന്നത്തെ ദിവസം ഞാൻ ആഹാരം കഴിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ രാവിലെ കഴിക്കാനായിട്ട് ഒരു ചായയും ഒരു ഉഴുന്നുവടയും പറഞ്ഞു. അങ്ങനെ അതിപ്പം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ചൂട് ചായയും ചൂട് ഉഴുന്നുവടയുമാണ്. അങ്ങനെ രാവിലത്തെ ആഹാരം നല്ല ചൂടായിട്ട് കഴിക്കാൻ പറ്റി. ഞാനിത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇതെല്ലാം പഴയ കാലത്തെ നോട്ടുകളാണ്. ഇതൊക്കെ അവര് വളരെ ഭദ്രമായിട്ടാണ് കേട്ടോ സൂക്ഷിക്കുന്നത്. ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ലാത്തതും ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള നോട്ടുകൾ വരെ എനിക്ക് അവിടുന്ന് കാണാനായിട്ട് സാധിച്ചു. അതൊക്കെ കണ്ടിരുന്ന് അങ്ങനെ ചായ കുടിച്ചു കഴിഞ്ഞു. ഇവിടെ എനിക്ക് ചെലവായത് 20 രൂപയാണ്. അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് കണ്ടതാണ്. ഞങ്ങളുടെയൊക്കെ ഈ ഭാഗങ്ങളിൽ ഇപ്പം കൂടുതൽ റബ്ബർ തോട്ടങ്ങളൊക്കെ വെട്ടിത്തെളിച്ചിട്ട് ഇതേപോലെ കൈത വെച്ച് പിടിപ്പിച്ചിരിക്കുവാണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ലാഭമുള്ള ഒരു കൃഷിയാണെന്ന് തോന്നുന്നത്. സമയം ഇപ്പൊ ഏകദേശം 11 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പൊതുവെ നല്ല ചൂടാണ്. വെയിലടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ കൈയൊക്കെ നല്ല രീതിയിൽ അങ്ങ് പൊള്ളാൻ തുടങ്ങി. ഞാൻ നേരെ ഇപ്പൊ എരുമേലിലെത്തി. കുറച്ച് നാളുകളായിട്ട് അമ്മ പറയുന്ന ഒരു അലമാര മേടിക്കണമെന്ന്. അങ്ങനെ നേരെ ഇപ്പൊ ഞാൻ ഇന്ന് ജസ്റ്റ് വില ചോദിക്കാനായിട്ട് ഒരു കടയിൽ കയറിയതാണേ. അങ്ങനെ ഞാൻ കയറിയിട്ട് കുറച്ച് അലമാരകളൊക്കെ നോക്കി. ഇവിടാണെന്നുണ്ടെങ്കിൽ 6500 രൂപ തൊട്ടാണ് കേട്ടോ അലമാരക്കൊക്കെ സ്റ്റാർട്ടിങ് വരുന്നത്. തടിയുടെ ആയാലും സ്റ്റീലിന്റെ ആയാലും സ്റ്റാർട്ടിങ് ഈ ഒരു പ്രൈസിനൊക്കെയാണ് കേട്ടോ ഇവിടെ വരുന്നത്. ഇനിയും വീട്ടിൽ ചെന്നിട്ട് വേണം അമ്മയോട് ഇതിന്റെ വിലയെ പറ്റിയൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ട്. പോകുന്ന വഴിക്ക് അച്ഛൻ ജോലി ചെയ്യുന്നിടത്തൊന്ന് ഇറങ്ങി. അച്ഛനാണെന്നുണ്ടെങ്കിൽ പെയിന്റിംഗ് ആണ് കേട്ടോ. ഞാൻ ചെല്ലുമ്പോ അച്ഛൻ പുട്ടിയിട്ടുകൊണ്ടിരിക്കുവായിരുന്നു. ഞാനും നേരത്തെ അച്ഛന്റെ കൂടെ പെയിന്റിങ്ങിനൊക്കെ പോയിട്ടുണ്ട്. പെയിന്റിങ്ങിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പണി ഇതേപോലെ പുട്ടിയിടാനാണ് കേട്ടോ. ഞാനും അച്ഛന്റെ കൂടെ പോയി കഴിഞ്ഞപ്പോ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. കാണുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നുമെങ്കിലും ഇതേപോലെ സീലിംഗിലൊക്കെ ഇടുന്നതെങ്കിൽ മേളിലോട്ട് നോക്കി നിന്ന് നമ്മുടെ പെടലിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. അവിടെ നല്ലൊരു മിറർ കണ്ടു കഴിഞ്ഞപ്പോ അതിൽ കുറച്ച് സമയമൊക്കെ ഒന്ന് നോക്കിയിട്ട് അച്ഛൻ കഴിക്കാനായിട്ട് കയറുന്ന സമയത്ത് ഞാനിങ്ങനെ തിരിച്ചു പോരുന്നു. ഇത്രയും നേരം വണ്ടിയെ വന്നോണ്ടിരുന്നു കഴിഞ്ഞപ്പോ ഭയങ്കര വെയിലും ചൂടുമായിരുന്നു. പക്ഷെ ഈ ഒരു വനത്തിനകത്തോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലൊരു തണുപ്പ് കിട്ടി. ആ വരവ് നേരെ വന്നിട്ട് ഒരു ബേക്കറിയിലോട്ട് കയറി. ഇനി ഉച്ചക്കത്തേക്ക് എന്തെങ്കിലും മേടിക്കണം. ഒരു ചിക്കൻ സാൻഡ്വിച്ച് ആണ് മേടിച്ചത്. അതിനങ്ങനെ 50 രൂപയായി. ചില്ലറ ഇട്ടുകൊണ്ട് വന്ന ആ ബോട്ടിലിനകത്തൊന്ന് 50 രൂപ എണ്ണ എടുത്തിട്ട് അങ്ങനെ അവിടെ കൊടുത്തു. വീട്ടിൽ വന്നിട്ട് ഇപ്പൊ ഞാൻ ആ ചിക്കൻ സാൻഡ്വിച്ച് കഴിച്ചുകൊണ്ടിരിക്കുവാണേ. ഇതേപോലെ ഒരു ചിക്കൻ സാൻഡ്വിച്ചും കൂടെ മേടിച്ച് കഴിച്ച് കുറച്ച് വെള്ളവും കൂടെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിശപ്പ് മാറിക്കോളും. പക്ഷെങ്കിൽ വെള്ളം കുടിക്കാനായിട്ടൊന്നും ഞാൻ മേടിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ചിക്കൻ സാൻഡ്വിച്ച് മുഴുവനും കഴിച്ചതിന് ശേഷം വീട്ടിൽ നിന്നും വെള്ളമൊന്നും കുടിക്കാതെ എന്റെ കയ്യിലിരിക്കുന്ന പൈസ കൊണ്ട് തന്നെ നേരെ പോയിട്ട് ഒരു മുന്തിരി ജ്യൂസ് മേടിച്ച് അങ്ങ് കുടിച്ചു. കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ നല്ല ദാഹം ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ ഇപ്പോഴത്തെ ചൂട് കാരണം ഒന്നും കൂടെ ദാഹം കൂടി. അങ്ങനെ അവിടെ എനിക്ക് ചെലവായത് 20 രൂപയാണ്. വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ വൈകിട്ടത്തെ ഫുഡ് മേടിക്കാൻ ഞാൻ പൊക്കോണ്ടിരിക്കുവാണ്. അങ്ങനെ തട്ടുകടയിൽ കയറിയിട്ട് ചൂടായിട്ട് അടിക്കുന്ന 2 പൊറോട്ട വാങ്ങി. ഇവിടെ എനിക്ക് ചെലവായത് 20 രൂപയാണ്. എന്റെ കയ്യിൽ ആകെ 160 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ആ ചെറിയ പൈസ കൊണ്ടാണ് ഞാൻ പെട്രോൾ അടിച്ചതും ഒരു ദിവസത്തേക്ക് ചെറിയ രീതിയിൽ ആഹാരം കഴിച്ചതും. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് അടിക്കാനും മറക്കല്ലേ. എന്നാ ഇനി അടുത്ത വീഡിയോയിൽ കാണാവേ. 1-2 ഐസ്ക്രീം കഴിച്ചാൽ കുഴപ്പമില്ല. പക്ഷെ ഒരു ദിവസം മുഴുവനും ഐസ്ക്രീം മാത്രം കഴിച്ചു നോക്കിയാലോ. രാവിലെ അങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങിയിട്ട് ആദ്യത്തെ ഐസ്ക്രീം കഴിക്കാൻ ഞാൻ പൊക്കോണ്ടിരിക്കുവാണ്. ആദ്യം ഞാൻ കഴിക്കുന്നത് ലാസാഡ് ഈ ഒരു മാംഗോ ബാർ ആണേ. ഇന്നത്തെ ദിവസം മുഴുവനും ഐസ്ക്രീം മാത്രമാണ് ഞാൻ കഴിക്കുന്നത്. അങ്ങനെ ഇപ്പൊ എന്റെ രാവിലത്തെ ആഹാരം ഈ കാണുന്ന മാംഗോ ബാർ ആണേ. ഒരു വനത്തിന്റെ സൈഡിൽ നിന്നാണ് കേട്ടോ ഞാൻ ഈ ഒരു മാംഗോ ബാർ കഴിക്കുന്നത്. അവിടെ നല്ല തണുത്ത കാറ്റും ഉണ്ടായിരുന്നു. പോരാത്തതിന് ഞാൻ കഴിക്കുന്ന ഐസ്ക്രീമിനും തണുപ്പ്. അങ്ങനെ രാവിലത്തെ എന്റെ ആഹാരമായ ഈ ഒരു മാംഗോ ബാർ പതുക്കെ പതുക്കെ അവിടെ നിന്ന് കഴിച്ചങ്ങ് തീർത്തു. ഇപ്പൊ ഞാൻ വീണ്ടും മുമ്പോട്ട് പൊക്കോണ്ടിരിക്കുവാണേ. കനകപ്പലത്തോട്ട് പോകുന്ന ആ ഒരു വനത്തിൽ കൂടാണ് കേട്ടോ ഞാനിപ്പോ പൊക്കോണ്ടിരിക്കുന്നത്. അവിടെ ചെന്നിട്ട് വീണ്ടും അവിടുന്ന് റാണിക്ക് തിരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കാണ് അടുത്ത ഐസ്ക്രീം കണ്ടത്. അങ്ങനെ അത് കഴിക്കാനായിട്ട് അവിടെ വണ്ടി നിർത്തി. ഇതാണെന്നുണ്ടെങ്കിൽ കനകപ്പലത്തു നിന്ന് മുക്കടയിലോട്ട് പോകുമ്പോൾ കണ്ടൊരു ഐസ്ക്രീം വണ്ടിയാണ്. അവിടെ ആണെന്നുണ്ടെങ്കിൽ കുറെ ഫ്ലേവറുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടത് ആ കൂടെ ജാക്ക് ഫ്രൂട്ട് ആയതുകൊണ്ട് ഞാൻ ജാക്ക് ഫ്രൂട്ടിന്റെ ഒരു ഫ്ലേവർ മേടിച്ചു. അങ്ങനെ അതും മേടിച്ചുകൊണ്ട് നേരെ വണ്ടിയിലിരുന്ന് ഇപ്പൊ അത് കഴിച്ചുകൊണ്ടിരിക്കുവാണേ. ഇത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് വീഡിയോ എടുക്കുന്നതിനകത്ത് അധികം വെട്ടം കിട്ടാത്തതുകൊണ്ട് കുറച്ചപ്പുറത്തോട്ട് മാറി നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പൊ എന്റെ ലിസ്റ്റിലെ രണ്ടാമത്തെ ഐസ്ക്രീമായ ജാക്ക് ഫ്രൂട്ടും കൂടെ അവിടെ നിന്ന് അങ്ങനെ കഴിച്ചു തീർത്തു. അവിടുന്ന് അങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് വീണ്ടും മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ ഒരു കാര്യം ശ്രദ്ധിച്ചത്. വണ്ടിയുടെ പെട്രോൾ ഏകദേശം തീരാറായിട്ടുണ്ട്. പമ്പ് ഫ്രണ്ടിൽ കണ്ടതുകൊണ്ടാണ് കേട്ടോ വെറുതെ മീറ്ററിൽ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചത്. നോക്കിയത് ഏതെങ്കിലും കാര്യമായി, അല്ലെങ്കിൽ പിന്നെ വഴി കിടന്നതിന്. ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഫ്രണ്ട് 2 വണ്ടി ഉണ്ടായിരുന്നു. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണേ.
അങ്ങനെ ഇപ്പൊ എന്റെ വണ്ടിക്കകത്തും പെട്രോൾ അടിച്ചിട്ടുണ്ട്. സമയം ഇപ്പൊ ഏകദേശം 1 മണി ആവാറായിട്ടുണ്ട്. ഇനിയിപ്പോ ഉച്ചക്കത്തേക്ക് പോയിട്ട് ഐസ്ക്രീം കഴിക്കണം. അങ്ങനെ ഇപ്പൊ പ്ലാച്ചേരി വന്നിട്ട് അവിടുന്ന് മണിമലയിലോട്ട് പോകുന്ന വഴി കുറച്ചങ്ങോട്ട് ചെന്നപ്പോഴാണ് ഈ ഒരു ഐസ്ക്രീം വണ്ടി കണ്ടത്. അവിടെയും മുമ്പേ ഞാൻ കഴിച്ചിരിക്കുന്ന ജാക്ക് ഫ്രൂട്ട് അടക്കം വേറെ ഒരുപാട് ഫ്ലേവർ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതിനകത്ത് ഇഷ്ടപ്പെട്ടത് ബട്ടർ സ്കോച്ച് ആയതുകൊണ്ട് ഞാൻ ഈ ഒരു ബട്ടർ സ്കോച്ചിന്റെ ഫ്ലേവർ മേടിച്ചു. ഇങ്ങനെ മേടിക്കുന്ന ഒരു കോൺ ഐസ്ക്രീം ആയതുകൊണ്ട് ഒരു ഗുണമുണ്ട്, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഏതായാലും ഒരെണ്ണം കഴിക്കുമ്പോഴത്തേക്ക് തന്നെ വയറ് നിറയും. ആദ്യം ഞാൻ കഴിച്ച ഐസ്ക്രീമിന് 50 രൂപയായിരുന്നു ഒരെണ്ണത്തിന്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ മേടിച്ചപ്പോ ഇവിടെ 40 രൂപ, 10 രൂപയുടെ വ്യത്യാസമുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പൊ ഉച്ചക്കത്തേക്കുള്ള എന്റെ ബട്ടർ സ്കോച്ചിന്റെ ഐസ്ക്രീം കൂടെ ഫുള്ള് ഞാൻ കഴിച്ചു തീർത്തിട്ടുണ്ട്. ആ ഒറ്റ ഐസ്ക്രീം കൂടെ കഴിച്ചപ്പോഴത്തേക്ക് വയറ് നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് വീണ്ടും മുമ്പോട്ട് പൊക്കോണ്ടിരുന്നപ്പോഴത്തേക്കാണ് നല്ല പോലെ ദാഹം തോന്നിയത്. അങ്ങനെ മാടത്തമ്പടി എത്തിയപ്പോഴാണ് ഈ ചേച്ചിയുടെ ചെറിയൊരു സോഡാ നാരങ്ങയുള്ള കട കണ്ടത്. എന്നാ പിന്നെ ഇവിടുന്ന് ഒരു സോഡാ നാരങ്ങ അങ്ങ് കുടിച്ചേക്കാന്ന് വിചാരിച്ചു. കടയെന്ന് പറയാനൊക്കത്തില്ല, ആ ചേച്ചിയുടെ ചെറിയൊരു സംരംഭം. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ സോഡാ നാരങ്ങ, തണ്ണിമത്തൻ ജ്യൂസ്, മോരുമ്പെള്ളം ഒക്കെയാണ് കേട്ടോ ഉള്ളത്. ഒരു ഗ്ലാസ് സോഡാ നാരങ്ങ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ ദാഹം മാറി കിട്ടി. അവിടുന്ന് അങ്ങനെ വേറെ കുറച്ച് സ്ഥലത്തൊക്കെ പോകാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ഒരു 3 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ എന്റെ വീടിന്റെ അടുത്ത് ഒരു കടയിൽ നിന്ന് ഒരു ചോക്കോബാറും കൂടെ മേടിച്ചു കഴിച്ചു. വെയിലൊന്ന് താഴ്ന്നു വരുന്ന സമയമായിരുന്നു. അങ്ങനെ ചായ കുടിക്കേണ്ട സമയത്ത് ചായക്ക് വരെ ഒരു ചോക്കോബാർ അങ്ങ് കഴിച്ചു. ഒരു ദിവസം നമുക്ക് കൊതിക്ക് വേണ്ടിയിട്ട് 1-2 ഐസ്ക്രീം ഒക്കെ കഴിക്കാം. പക്ഷെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരുന്ന നമ്മൾ ഐസ്ക്രീമേ അങ്ങ് വെറുത്തു പോകും. പക്ഷെങ്കിൽ എത്ര കഴിച്ചാലും മടുക്കാതെ വീണ്ടും വീണ്ടും ഐസ്ക്രീം കഴിക്കാൻ അത്രയ്ക്ക് കൊതിയുള്ളവരും ഉണ്ട് കേട്ടോ. ഞാനിപ്പോ എന്റെ കാര്യമാണേ പറഞ്ഞത്. അങ്ങനെ ഇപ്പോ വൈകുന്നേരം ആയിട്ടുണ്ട്. വീട്ടിലുള്ളവരെല്ലാം വൈകിട്ടത്തേക്കുള്ള ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ എനിക്ക് കഴിക്കാനായിട്ട് വാനിലയുടെ ഇതേപോലെ ബോട്ടിൽ വരുന്ന ഒരു ഐസ്ക്രീം മേടിച്ചു. അങ്ങനെ ഇപ്പൊ എന്റെ വൈകിട്ടത്തേക്കുള്ള ഫുഡ് ഈ ഐസ്ക്രീമാണ്. അതിപ്പോ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതും ഫുള്ള് കഴിച്ചു തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഈ ഐസ്ക്രീം കൂടെ കഴിച്ചിട്ട് ഞാൻ ഈ ചലഞ്ച് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുവാണ്. പിന്നീട് നിങ്ങൾക്കൊക്കെ എത്ര ഐസ്ക്രീം കഴിക്കാൻ പറ്റുമെന്നുള്ള കാര്യം കമന്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇന്ന് ഞാൻ ഈ 100 രൂപ കൊണ്ടാണ് ഒരു ദിവസം കഴിയാനായിട്ട് പോകുന്നത്. ഞാൻ എന്തൊക്കെ ഫുഡ് കഴിച്ചെന്നും എങ്ങനെയാണ് ഈ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തതെന്നും നമുക്ക് ഇതിലൂടെ നോക്കാം. കഴിഞ്ഞ 2 ദിവസമായിട്ട് എന്റെ വണ്ടിയുടെ ടയർ പൊട്ടിയിരിക്കുമായിരുന്നു. അങ്ങനെ രാവിലെ തന്നെ ടയർ കടയിലെ ചേട്ടനെ വിളിച്ചിട്ട് പുതിയ ടയർ മാറി. രാവിലെ തന്നെ അങ്ങനെ വണ്ടിയുടെ ടയർ മാറിയത് കൊണ്ട് വണ്ടി എടുത്തുകൊണ്ട് പുറത്തോട്ട് അങ്ങിറങ്ങി. 2 ദിവസമായിട്ട് വണ്ടി കയ്യിലില്ലാത്തതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വണ്ടി അങ്ങനെ റോഡിന്റെ ഒരു സൈഡിലോട്ട് വെച്ചിട്ട് കുറച്ച് സമയം അങ്ങനെ മാറി നിന്നു. അവിടുന്ന് അങ്ങനെ വണ്ടി എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യം കണ്ട തട്ടുകടയുടെ ഫ്രണ്ടിലോട്ട് വണ്ടി അങ്ങ് നിർത്തി. 100 രൂപ കൊണ്ട് മാത്രമാണ് ഇന്നത്തെ ദിവസം. അതുകൊണ്ട് തന്നെ രാവിലെ ഒരു ചായയിൽ അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. കടുപ്പം കുറച്ചൊരു ചൂട് ചായക്ക് പറഞ്ഞു. അങ്ങനെ ചായ കിട്ടി. കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അവര് മുട്ട ബജി അങ്ങോട്ട് ചൂടോട് ഉണ്ടാക്കി ഇട്ടതേ ഉള്ളായിരുന്നു. അതിൽ നിന്ന് നല്ലൊരു ചൂട് മുട്ട ബജി എടുത്ത് കഴിച്ചു. അതിന്റെ കൂടെ ചായയും കൂടെ കുടിച്ചു. അങ്ങനെ രാവിലെ ഇപ്പൊ ഏതായാലും എന്റെ കാപ്പ് കൂടി 20 രൂപയിൽ തീർന്നു. 100-ൽ 20 പോയിട്ട് ഇനിയും ബാലൻസ് എന്റെ കയ്യിലുള്ളത് 80 രൂപയാണേ. ഞാൻ രാവിലെ ചായ കുടിക്കാൻ ചെന്നപ്പോഴത്തേക്ക് തന്നെ സമയം 10-10:30 കഴിഞ്ഞായിരുന്നു. അവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് നേരെ ഇപ്പൊ റാന്നിക്ക് പൊക്കോണ്ടിരിക്കുവാണ്. റാന്നിയിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് കേട്ടോ ഒരു ബേക്കറിയിൽ കുട്ടി ഷാർജ ഷേക്കിന് 20 രൂപ എന്ന് പറഞ്ഞ് എഴുതിയിട്ടേക്കുന്ന കണ്ടത്. എന്നാ പിന്നെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. സംഭവം കൊള്ളാം. നമ്മള് വീട്ടിൽ വെള്ളമൊക്കെ കുടിക്കുന്ന ഈ ഒരു ഗ്ലാസിനകത്ത് നിറച്ചും ഷാർജ. വിത്ത് ഐസ്ക്രീം വരുമ്പോൾ 70 രൂപയും വിത്തൗട്ട് ഐസ്ക്രീം ആണെങ്കിൽ 50 രൂപയും. പിന്നെ നമ്മുടെ ഈ കുട്ടി ഷാർജയ്ക്കാണെങ്കിൽ 20 രൂപയും. ഷാർജ കുടിക്കണം എന്നുള്ള ആഗ്രഹത്തിന്റെ പേര് കുടിക്കുവാണെങ്കിൽ ഇത് കുടിക്കുന്നതിന്റെ ധാരാളം. പൈസയും കുറവാണ്, ഷാർജ ഒരു ഗ്ലാസ് കുടിക്കുകയും ചെയ്യുക. ഇനിയും ബാലൻസ് ഉള്ളത് 60 രൂപയാണേ. അതും കഴിഞ്ഞിട്ട് ഇനിയും തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോവാണ്. പോകുന്ന വഴിക്ക് ഇനി ഇപ്പൊ ഉച്ചക്കത്തേക്ക് കഴിക്കാനായിട്ട് എന്തെങ്കിലും മേടിക്കണം. അങ്ങനെ അടുത്ത് കണ്ടൊരു കടയിൽ കയറിയിട്ട് അവിടുന്ന് അങ്ങനെ ഒരു പാക്കറ്റ് മാഗി എടുത്തു. ഇതാകുമ്പം പൈസയും കുറവാണ്, കഴിച്ചു കഴിഞ്ഞാൽ വയറും നിറയും. കഴിക്കാനായിട്ട് അങ്ങനെ മാഗി എടുത്തിട്ടുണ്ട്. ഇനിയും കുടിക്കാനായിട്ടും കൂടെ എന്തെങ്കിലും എടുക്കണം. മാഗിക്കാണെന്നുണ്ടെങ്കിൽ 15 രൂപയായി. കുടിക്കാനായിട്ട് 10 രൂപയുടെ ഒരു ജ്യൂസും കൂടെ എടുത്തു. അങ്ങനെ ടോട്ടൽ 25 രൂപയായി. ഇനി എന്റെ ബാലൻസ് ഉള്ളത് 35 രൂപയാണേ. കടയിലെ ഫ്രിഡ്ജിൽ നിന്ന് ജ്യൂസ് എടുത്ത് നേരെ വീട്ടിൽ വന്നിട്ട് വീട്ടിലെ ഫ്രിഡ്ജിനകത്തോട്ട് കയറ്റി വെച്ചു. വീട്ടിലങ്ങനെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം ഉച്ചയൊക്കെ ആയിരുന്നു. ഇനി അടുത്ത പരിപാടി മാഗി ഉണ്ടാക്കലാണേ. അതിപ്പോ ഉണ്ടാക്കാൻ വലിയ പാടൊന്നും ഇല്ലല്ലോ. നേരെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാത്രം എടുത്ത് വെച്ചു. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമ്മുടെ മാഗി എടുത്താൽ കിട്ടും. 10 മിനിറ്റ് കൊണ്ട് അങ്ങനെ മാഗി റെഡിയായി കിട്ടി. 10 മിനിറ്റ് കൊണ്ട് റെഡിയായ മാഗി തീർക്കാൻ വേണ്ടിയിട്ട് 5 മിനിറ്റ് പോലും എടുത്തില്ല. അതിന്റെ കൂടെ ഈ കോരി കഴിക്കുന്ന സാധനമാണെന്നുണ്ടെങ്കിൽ നേരത്തെ കപ്പ് നൂഡിൽസ് മേടിച്ചപ്പോൾ അതിന്റെ കൂടെ കിട്ടിയതാണ്. അങ്ങനെ അതെടുത്ത് വെച്ചതുകൊണ്ട് ഇപ്പൊ ഏതായാലും ഇത് കഴിക്കാൻ ഉപകാരപ്പെട്ടു. പക്ഷേ എങ്കിൽ അതുകൊണ്ടൊന്നും കഴിച്ചിട്ട് ഒരു സുഖമില്ലാത്തതുകൊണ്ട് അത് പ്ലേറ്റിന്റെ സൈഡിലോട്ട് വെച്ചിട്ട് ചോറൊക്കെ വാരി കഴിക്കുന്ന പോലെ കൈ കൊണ്ട് തന്നെ ഞാൻ കഴിച്ചു. മാഗി ഇപ്പൊ അങ്ങനെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന വെള്ളം എടുത്ത് കുടിക്കണം. ജ്യൂസ് കൊണ്ടുവന്ന വട ഫ്രിഡ്ജിൽ തന്നെ കയറ്റി വെച്ചതുകൊണ്ട് ഇപ്പോഴും ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. ജ്യൂസും കൂടെ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് വിശപ്പ് മാറി, വയറ് ഫുള്ളായി. ഇനിയിപ്പോ ഏതായാലും ഉടനെയൊന്നും വിശക്കത്തില്ല. എല്ലാം അങ്ങ് സഹിക്കാന്ന് നോക്കാം. പക്ഷെ ഈ വെയില് മാത്രമാണ് കേട്ടോ എത്ര ആണെങ്കിലും സഹിക്കാനേ പറ്റാത്തത്. വൈകുന്നേരം ഇപ്പൊ സമയം അങ്ങനെ 5:30 കഴിഞ്ഞിട്ടുണ്ട്. ഇനി വൈകിട്ടത്തേക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കണം. അതുകൊണ്ട് ഞാൻ നേരെ പോയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് മാറി സെറ്റ് ആയിട്ടുണ്ട്. വണ്ടി എടുത്തുകൊണ്ട് നേരെ പോയിട്ട് അടുത്തുള്ള ഒരു തട്ടുകടയിൽ കയറി. കഴിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത് ദോശയാണ്. അങ്ങനെ 3 ദോശ ഇപ്പൊ മേടിച്ചിട്ട് ഞാൻ അത് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പൊ എന്റെ കയ്യിൽ ഇനി ബാലൻസ് ഉള്ളത് 35 രൂപയാണ്. ദോശയ്ക്കായിട്ട് എനിക്ക് ചെലവായത് 30 രൂപയാണ്. പോയിട്ട് ഇനി എന്റെ കയ്യിൽ 5 രൂപ
രൂപ ബാലൻസ് ഉണ്ട്. 5 രൂപയ്ക്ക് അങ്ങനെ ഒരു മഞ്ചും കൂടെ കഴിച്ചിട്ട് 100 രൂപ ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് അടിക്കാനും മറക്കല്ലേ. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഹലോ ഗായ്സ്, അങ്ങനെ ഇന്ന് ഞാൻ വ്യത്യസ്തമായ ഐസ്ക്രീം കഴിക്കുന്നത് ഞാൻ വീട്ടിൽ ചെയ്തിരിക്കുന്ന ജോലിയുമാണ് ഇതിലൂടെ നോക്കാൻ പോകുന്നത്. അങ്ങനെ രാവിലെ തന്നെ ബേക്കറി ചെന്നിട്ട് ഏത് ഐസ്ക്രീം എടുക്കണം എന്ന് പറഞ്ഞ് നോക്കിയപ്പോഴാണ് ഈ സ്ട്രോബെറിയുടെ ഫ്ലേവർ കാണുന്നത്. അതിപ്പോൾ ഞാൻ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുവാണ്. അതിനുശേഷം കഴിക്കുന്നത് നമ്മുടെ എല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള ചോക്കോബാറാണ്. അങ്ങനെ അതും കൂടെ ഞാനിപ്പോൾ റോഡിൻ്റെ സൈഡിൽ നിന്ന് അങ്ങ് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ അതും കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴാണ് വീടിനടുത്തൂടെ ഒരു ഐസുകാരൻ വരുന്നത് കാണുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഓറഞ്ചിൻ്റെ ഫ്ലേവർ ഭാഗത്ത് സേമിയയും നിറച്ചിരിക്കുന്ന ഒരു ഐസ്ക്രീം മേടിച്ച് ഞാൻ അങ്ങനെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ വിറക് വെട്ടി കയറുന്നത് കാണുന്നത്. അങ്ങനെ ഒരു കൈ സഹായിക്കാനായിട്ട് വന്നിട്ട് ഞാൻ വെട്ടിയ ഒറ്റ വെട്ടുപോലും പാഴാതെ എല്ലാം നിലത്ത് തന്നെ കൊണ്ടിട്ടുണ്ട്. ഇതത്രയ്ക്ക് നിസ്സാരമായിട്ടുള്ളൊരു ജോലിയല്ലെന്ന് എനിക്കറിയാം, എന്നാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയതാണ്. അവസാനം ഞാൻ ആ കമ്പ് കുറച്ചൊന്ന് മുറിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് അമ്മ തുണി അലക്കുന്നത് കണ്ടത്. അങ്ങനെ അമ്മയെ ഒന്ന് സഹായിച്ചേക്കാന്ന് വിചാരിച്ച് ഞാൻ ആ തുണിയൊക്കെ മേടിച്ചിപ്പോൾ കഴുകിക്കൊണ്ടിരിക്കുവാണ്. ഐസ്ക്രീം ആണെന്ന് പറഞ്ഞ് ഞാൻ മേടിച്ചുകൊണ്ട് വന്നതാണ്. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് സംഭവം മനസ്സിലായത്. ഇതൊരു ജ്യൂസ് ആയിരുന്നു. ഏതായാലും മേടിച്ചു പോയില്ലേ, അതങ്ങ് കുടിച്ചു. ഇതിനിടയ്ക്ക് എനിക്ക് ഒരിടം വരെ പോവേണ്ടി വന്നു. വെറൈറ്റി ആയിട്ടുള്ള കുറേ ഐസ്ക്രീമുകൾ ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ എങ്കിൽ നടന്നില്ല. വൈകിട്ട് വീട്ടിൽ വന്നിട്ട് നേരത്തെ മേടിച്ചു വെച്ചിരുന്ന പൈനാപ്പിളിൻ്റെ ഈ ഒരു ഐസ്ക്രീം എടുത്തതാണ്. പക്ഷേ അതിൻ്റെ കോലം ഇപ്പോൾ ഇങ്ങനെയായി. അങ്ങനെ അതും കൂടെ ഞാനങ്ങ് കഴിച്ചു തീർത്തു. പക്ഷേ വിചാരിച്ചതുപോലെ ഈ ചലഞ്ച് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ അവസാനം ഈ ഒരു കോൺ ഐസ്ക്രീം കൂടെ കഴിച്ചിട്ട് ഞാൻ ഈ വീഡിയോ നിർത്തുവാണ്. വീഡിയോ എടുത്തതിലും എഡിറ്റ് ചെയ്തതിലും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളെന്നോട് ക്ഷമിക്കണം. സപ്പോർട്ട് എന്ന നിലയിൽ നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രൈബും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാവേ. ഇന്ന് ഞാൻ ഒരു ബ്രാൻഡിന്റെ സാധനങ്ങളാണ് ഒരു ദിവസം മുഴുവനും കഴിക്കാൻ പോകുന്നത്. അത് ഏത് ബ്രാൻഡാണെന്നും എന്തൊക്കെ ഫുഡ് ഞാൻ കഴിച്ചെന്നും നമുക്ക് ഇതിലൂടെ നോക്കാം. രാവിലെ അങ്ങനെ പതിവ് പോലെ തന്നെ ഒരു ഓട്ടം പോകാനായിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ ഞാനിപ്പോൾ ആ ഓട്ടം പൊക്കോണ്ടിരിക്കുവാണേ. അത് കഴിഞ്ഞിട്ട് നേരെ എന്നൊരു സൂപ്പർ മാർക്കറ്റിലോട്ട് കയറി. ഞാനിന്ന് കഴിക്കാൻ പോകുന്നത് ഈ കാണുന്ന സൺഫീസ്റ്റ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഫുഡാണ് കേട്ടോ. ആദ്യം ഞാൻ കഴിച്ചത് സൺഫീസ്റ്റിന്റെ ഈ കാണുന്ന റോളായിട്ട് വരുന്നൊരു കേക്കാണ് കേട്ടോ. ഇതേപോലെ റോളായിട്ട് വരുന്ന 2 കേക്കുകളാണ് കേട്ടോ ഞാൻ കഴിച്ചത്. അങ്ങനെ ഇപ്പൊ 2 കേക്ക് കഴിച്ചിട്ട് എന്റെ രാവിലത്തെ ആഹാരം ഇപ്പൊ അങ്ങനെ കഴിഞ്ഞു. അതും കഴിച്ചു കഴിഞ്ഞിട്ട് ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങിയതാണ്. ഉച്ചക്കത്തേക്കുള്ള എന്തെങ്കിലും മേടിക്കാനായിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി. നേരെ എന്നിട്ട് സൺഫീസ്റ്റിന്റെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. അന്നേരം കണ്ടത് സൺഫീസ്റ്റിന്റെ ചെറിയ പാക്കറ്റ് ഒരു ഇപ്പിയാണ് കേട്ടോ. അങ്ങനെ അത് മേടിച്ചു. കുടിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുമോ അറിയാനായിട്ട് ചെന്ന് നോക്കിയപ്പോൾ കിട്ടിയതാണ്ട് സൺഫീസ്റ്റിന്റെ ഈ ബോട്ടിൽ മിൽക്ക് ഷേക്ക് ആയിരുന്നു. അങ്ങനെ അതും കൂടെ മേടിച്ചു. അതെല്ലാം മേടിച്ചോണ്ട് അങ്ങനെ വീട്ടിലെത്തി. നേരെ എന്നിട്ട് ഗ്യാസ് അങ്ങ് കത്തിച്ചു. മേടിച്ചോണ്ട് വന്ന് ഇപ്പി അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ അത് കഴിച്ചോണ്ടിരിക്കുവാണേ. ഈ ഇപ്പി ഉണ്ടാക്കി കഴിച്ചിട്ട് ഇപ്പൊ അങ്ങനെ ഉച്ചക്കത്തെ ഫുഡും കഴിഞ്ഞു. കഴിച്ചും കൂടെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുടിക്കാൻ വേണ്ടിയിട്ട് മേടിച്ചത് ഈ സൺഫീസ്റ്റിന്റെ ബെറി സ്മൂത്തിയാണ്. ഞാനിത് കുടിച്ചോണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് എന്റെ അടുത്തോട്ട് വീട്ടിലെ പുതിയൊരു അതിഥി കയറി വന്നത്. ഇരിപ്പ് കണ്ടോ, ഒന്നും അറിയാത്ത പാവത്തിനെ പോലെ. ആള് ചെറുതാണെങ്കിലും കയ്യിലിരിക്കുന്ന പണി ചെറുതൊന്നുമല്ല. അത് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്, നേരത്തെ കടയിൽ പോയപ്പോൾ മേടിച്ചൊരു ചോക്ലേറ്റ് ഉണ്ടായിരുന്നു, സൺഫീസ്റ്റിന്റെ ഫാന്റാസ്റ്റിക്. അങ്ങനെ ഇപ്പൊ അതും കൂടെ കഴിച്ചു. ഈ ചോക്ലേറ്റിന്റെ തന്നെ വലിയ പാക്കറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ മേടിച്ചത് ചെറുതാണ്. അങ്ങനെ വൈകിട്ടത്തേക്ക് ഇനി സൺഫീസ്റ്റിന്റെ എന്താണ് കഴിക്കാൻ മേടിക്കാന്ന് അറിയാൻ വണ്ടി എടുത്തോണ്ട് ഇപ്പൊ ഞാൻ പൊക്കോണ്ടിരിക്കുവാണേ. കഴിക്കാനുള്ളത് മേടിച്ചോണ്ട് ഞാനിപ്പോ വീട്ടിലെത്തി. സമയം ഇപ്പൊ അങ്ങനെ വൈകുന്നേരം 8 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മേടിച്ചത് സൺഫീസ്റ്റിന്റെ ഈ കാണുന്ന വൗസേഴ്സ് എന്ന് പറഞ്ഞ ബിസ്ക്കറ്റ് ആണ് കേട്ടോ. അങ്ങനെ ഇപ്പൊ അത് കഴിച്ചോണ്ടിരിക്കുവാണ്. ശരിക്കും പറഞ്ഞാൽ സൺഫീസ്റ്റിന്റെ തന്നെ ഫുഡ് ഐറ്റംസ് ഒരു ദിവസം കഴിച്ചാലും തീരാത്ത പോലെ ഒരുപാട് സാധനങ്ങളുണ്ട്. അങ്ങനെ ഇപ്പൊ ഞാൻ കുടിക്കാൻ വേണ്ടിയിട്ട് സൺഫീസ്റ്റിന്റെ ഈ കാണുന്ന ചോക്ലേറ്റിന്റെ മിൽക്ക് ഷേക്ക് ആണ് മേടിച്ചത്. അങ്ങനെ ഇപ്പൊ ഇതും കൂടെ കുടിച്ചിട്ട് ഈ ചലഞ്ച് ഞാൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് അടിക്കാനും മറക്കല്ലേ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇന്ന് ഞാൻ ഈ 3 പേരിന്റെ ലെറ്റർ വെച്ചിട്ടാണ് ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നത്. ഞാൻ എന്തൊക്കെ കഴിച്ചെന്നും എങ്ങനെ ഈ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തെന്നും നമുക്ക് ഇതിലൂടെ നോക്കാം. വണ്ടി എടുത്തുകൊണ്ട് രാവിലെ തന്നെ അങ്ങ് ഇറങ്ങി. ഇത് കണ്ടില്ലേ, മരത്തിന്റെ മുകളിൽ നിലകൾ വീഴുന്നത് കാണാൻ നല്ല രസമുണ്ടല്ലേ. അങ്ങനെ നേരെ അടുത്തുള്ള ബേക്കറിയിലേക്ക് ഇരുന്നു. ആദ്യം തന്നെ അങ്ങനെ ചെയ്തു തുടങ്ങുന്നത് ഈ പേരാണ് കേട്ടോ. അങ്ങനെ ആദ്യത്തെ ലെറ്റർ എസ് ആയതുകൊണ്ട് ഞാനിപ്പോ ഏതാണ്ട് സാൻഡ്വിച്ച് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ സാൻഡ്വിച്ച് കഴിച്ചിട്ട് ആദ്യത്തെ ലെറ്റർ എസ് ഇപ്പം ഞാൻ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത ലെറ്റർ വരുന്നത് ആറാണ്. അതിനു വേണ്ടിയിട്ട് ഈ റോളോ മിൽക്ക് എന്ന് പറഞ്ഞ ചോക്ലേറ്റ് ആണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. അങ്ങനെ ഇപ്പൊ ഈ ചോക്ലേറ്റും കൂടെ കഴിച്ചിട്ട് രണ്ടാമത്തെ ലെറ്ററായ 6 ഞാനിപ്പോ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ 6ാമത്തെ ലെറ്ററും കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്തത് 3ാമത്തെ ലെറ്റർ ഇ ആണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ എവരിഡേയുടെ പാൽപ്പൊടിയാണ് കഴിക്കുന്നത്. ഇത് ഒരുമിച്ച് ഇങ്ങനെ വായിലേക്ക് ഇട്ട് ചവയ്ക്കുമ്പോഴത്തേക്ക് ഭയങ്കര കട്ടി പോലെ ഫീൽ ചെയ്യുന്നു. അങ്ങനെ ഇപ്പൊ ഇത് കഴിച്ചിട്ട് ഇ എന്ന് പറയുന്ന ലെറ്റർ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഇനിയും അടുത്ത ലെറ്റർ വരുന്നത് വൈ ആണ്. അതിനു വേണ്ടിയിട്ട് ഒരു ഇപ്പിയാണ് മേടിച്ചിരിക്കുന്നത്. അതിപ്പോ വീട്ടിൽ കൊണ്ടുവന്ന് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ഇപ്പയും കൂടെ കഴിച്ചിട്ട് ഇപ്പൊ വൈ എന്ന് പറയുന്ന ലെറ്റർ ഞാനിപ്പോ കംപ്ലീറ്റ് ചെയ്തു. ഇനിയും അടുത്തത് എ, ആദ്യത്തെ നെയിമിലെ അവസാനത്തെ ലെറ്റർ. അതിനു വേണ്ടിയിട്ട് ACT2 എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിന്റെ പോപ്കോൺ ആണ് കഴിക്കുന്നത്. അങ്ങനെ ഇപ്പൊ ഇതും കൂടെ കഴിച്ചിട്ട് ആദ്യത്തെ നെയിം ഞാനിപ്പോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടേ.
വീണ്ടും എ തന്നെയാണ്. രണ്ടാമത്തെ നെയിമിന്റെ ആദ്യത്തെ ലെറ്ററിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ആൽപ്പലീബയുടെ മുട്ടായിയാണ് കഴിക്കുന്നത്. മുട്ടായിക്ക് നല്ല കട്ടിയാണെങ്കിലും കടിച്ചു പൊട്ടിച്ചിട്ടാണെങ്കിലും കഴിച്ചിട്ട് ആദ്യത്തെ ലെറ്റർ എ ഇപ്പം ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഇനിയും അടുത്ത ലെറ്റർ വരുന്നത് പി ആണ്. അതിനു വേണ്ടിയിട്ട് ഈ പുഷപ്പ് എന്ന് പറയുന്ന ചോക്ലേറ്റ് ആണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. ഇതിപ്പോ ഇതിനകത്തൊന്നും എടുക്കാൻ നോക്കിയിട്ട് വരുന്നില്ലല്ലോ ദൈവമേ. അങ്ങനെ ഇപ്പൊ എന്തായാലും ഈ ചോക്ലേറ്റ് കഴിച്ചിട്ട് പി എന്ന് പറയുന്ന ലെറ്റർ ഞാനിപ്പോ കംപ്ലീറ്റ് ചെയ്തു. ഇനിയും വീണ്ടും വരുന്നത് പി തന്നെയാണ്. അതിനു വേണ്ടിയിട്ട് ഈ കാണുന്ന പാണ്ടയുടെ മുട്ടായിയാണ് ഞാൻ കഴിക്കുന്നത്. ഈ മുട്ടായി കണ്ടിട്ട് മെൻഡോസ് പോലെ ഇരിക്കുന്നു. കഴിക്കുമ്പോഴും ആ ഒരു ടേസ്റ്റ് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ കഴിച്ചിട്ട് ഒരു മഞ്ച് കഴിക്കുന്ന പോലെ ഉണ്ട്. എന്തായാലും ഇപ്പൊ രണ്ടാമത്തെ പി എന്ന ലെറ്റർ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഇനിയും രണ്ടാമത്തെ നെയിമിൽ അവസാനത്തെ ലെറ്റർ യു. അതിനു വേണ്ടിയിട്ട് ഞാനിപ്പോ ഒരു ഉഴുന്നോടെയാണ് കഴിക്കുന്നത്. നല്ല മുതു വെയിലത്താണ് നിന്ന് കഴിക്കുന്നത് കൊണ്ട് ഒരു വട്ടം പോലും ക്യാമറയെ നോക്കാൻ പറ്റത്തില്ല. നോക്കിക്കഴിഞ്ഞാൽ അന്നേരം കണ്ണടഞ്ഞു പോകും. അങ്ങനെ ഇപ്പൊ അവസാനത്തെ ലെറ്റർ ആയ യു ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഇനിയും മൂന്നാമത്തെ നെയിമിന്റെ ആദ്യത്തെ ലെറ്റർ എ ആണ്. അതിനു വേണ്ടിയിട്ട് ഒരു ആപ്പി വിസ് കുടിച്ചിട്ടാണ് തുടങ്ങുന്നത്. അങ്ങനെ ഇപ്പൊ ഈ ആപ്പി വിസ് കുടിച്ചിട്ട് ആദ്യത്തെ ലെറ്റർ ആയ എ ഇപ്പൊ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അതും കൂടെ കഴിഞ്ഞിട്ട് ഇനി അടുത്ത ലെറ്ററിനുള്ള ഫുഡ് തപ്പിയിട്ട് വണ്ടി എടുത്തോണ്ട് ഇപ്പൊ ഞാൻ പൊക്കോണ്ടിരിക്കുവാണേ. അടുത്തത് ഇനിയും എസ് എന്ന് പറയുന്ന ലെറ്റർ ആണ്. അതിന് വേണ്ടിയിട്ട് ഒരു സ്നിക്കേഴ്സ് മേടിച്ചിട്ട് അത് റോഡിൽ തന്നെ വെച്ച് ഞാൻ കഴിച്ചു. അങ്ങനെ ഇപ്പൊ സ്നിക്കേഴ്സ് കഴിച്ചിട്ട് രണ്ടാമത്തെ ലെറ്റർ ആയ എസ് ഞാനിപ്പോ കംപ്ലീറ്റ് ചെയ്തു. എസ് എന്ന ലെറ്റർ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇനി അടുത്ത ലെറ്റർ വരുന്നത് ഓ ആണ്. ഓ എന്ന് പറയുമ്പോഴേ മനസ്സിലോട്ട് ഓറിയോ വന്നത് കൊണ്ട് നേരെ പോയിട്ട് ഒരു ഓറിയോ വാങ്ങി ഞാൻ കഴിച്ചു. അങ്ങനെ ഈ ഓറിയോ കൂടെ കഴിച്ചിട്ട് മൂന്നാമത്തെ ലെറ്റർ ആയ ഓയും ഞാനിപ്പോ കംപ്ലീറ്റ് ചെയ്തു. അടുത്തത് ഇനി കെ എന്ന് പറയുന്ന ലെറ്റർ ആണ്. അത് ഈ നെയിമിന്റെ അവസാനത്തെ ലെറ്ററും ഈ ചലഞ്ചിന്റെ അവസാനത്തെ ലെറ്ററും കൂടാണ്. ഇതും കൂടെ കഴിച്ചിട്ട് ഈ ചലഞ്ച് ഞാൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുവാണ്. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ പേര് കമന്റ് ചെയ്യാനും മറക്കല്ലേ. ഇത് കണ്ടില്ലേ, ഈ ചോക്ലേറ്റ് മെൽറ്റ് ആയിരിക്കുന്ന പോലെ നിങ്ങളുടെ മനസ്സും കൂടെ ഒന്ന് മെൽറ്റ് ആയിട്ട് ഈ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാനും മറക്കല്ല്. എന്നാ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇന്ന് ഞാൻ വെള്ളം കുടിക്കാതെ ആഹാരം മാത്രമാണ് കഴിക്കാൻ പോകുന്നത്. ഞാൻ എന്തൊക്കെ കഴിച്ചെന്നും ഈ ചലഞ്ച് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയോ ഇല്ലെന്ന് നമുക്ക് ഇതിലൂടെ നോക്കാം. അങ്ങനെ 2025 തീർന്നിട്ട് 2026 തുടങ്ങാൻ പോവാ. പുതിയ എന്തെങ്കിലും ശീലങ്ങൾ വേണ്ടേ? അതിനുവേണ്ടി ഞാനിപ്പോ രാവിലെ എഴുന്നിട്ട് 2-3 പുഷപ്പ് എടുത്തോണ്ടിരിക്കുവാണേ. ഇതാണെന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിനകത്തേക്ക് ഞാൻ കുറച്ച് വാസലിനും കൂടെ എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് കാപ്പിപ്പൊടിയും കൂടെ ഇട്ടിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് മുഖത്ത് തേക്കുവാണേ. ഇത് ഞാൻ ഇൻസ്റ്റയിൽ കണ്ടതാണ്. മുഖത്തെ വൈറ്റ് ഹെഡ്സ് ഒക്കെ മാറാനായിട്ട് നല്ലതാണെന്ന് പറഞ്ഞ് ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. എന്തായാലും കുഴപ്പമില്ല, സംഭവം കൊള്ളാം. രാവിലെ അങ്ങനെ ഒരുങ്ങി പുറത്തേക്ക് പോയിട്ട് ഞാൻ കഴിക്കുന്നത് ഒരു മീറ്റ് പപ്സ് ആണ്. വെള്ളം ഇന്ന് കുടിക്കാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ ഒരു മീറ്റ് പപ്സിൽ ഒതുക്കി. ആ കടയിൽ നിന്ന് തന്നെ ഞാനൊരു വട്ടയപ്പം മേടിച്ചിരുന്നു. അവിടുന്ന് കഴിക്കാതെ ഇപ്പൊ അത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഞാൻ ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുവാണേ. വട്ടയപ്പം അങ്ങനെ കഴിച്ചതിന് ശേഷം ഉച്ചയായതുകൊണ്ട് ഞാൻ പുറത്തേക്കൊന്നും പോകാതെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് വീട്ടിൽ നിന്ന് ചോറും മീൻകറിയും തോരനും ഒക്കെ കൂട്ടി ഇപ്പൊ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ചോറ് കഴിച്ചു തുടങ്ങിയിട്ട് മൂന്നാമത്തെ റൗണ്ട് ചോറ് വാരി കഴിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ വെള്ളം കുടിക്കാത്തതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നത്. ചോറിറങ്ങാൻ വയ്യാതെ വന്നത് ഞാൻ എങ്ങനെയൊക്കെ ഒന്ന് മാനേജ് ചെയ്തു. പിന്നീട് ഞാൻ മേടിച്ചു വെച്ചിരുന്ന ഒരു ഐസ്ക്രീം ഉണ്ടായിരുന്നു. അത് ചോറ് കഴിച്ചതിന് ശേഷം ഇപ്പൊ ഞാൻ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുവാണ്. വെള്ളത്തിന് വെള്ളം തന്നെ കുടിക്കണം, ഐസ്ക്രീം കഴിച്ചിട്ട് യാതൊരു കാര്യമില്ലെന്ന് വീണ്ടും വീണ്ടും എനിക്ക് മനസ്സിലായി തുടങ്ങി. ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു ഓട്ടം പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുമായിരുന്നേ. പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ ഈ ഒരു വേഫർ റോളും കൂടെ കഴിച്ചു. ഇതും ചോക്ലേറ്റ് ആയതുകൊണ്ട് നല്ലതായിട്ട് കഴിച്ചു തുടങ്ങിയപ്പോഴേ ദാഹം തുടങ്ങി. പിന്നീട് അതേ സമയം പിടിച്ചു നിൽക്കാൻ എനിക്ക് പറ്റിയില്ല. ഇതുകൊണ്ടൊരു കാര്യം മനസ്സിലായി, ആഹാരം കഴിക്കാതെ 2 ദിവസം ഇരുന്നാലും വെള്ളം കുടിക്കാതെ ഒരു മണിക്കൂർ പോലും ഇരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ വലിയ 2 ഗ്ലാസ് വെള്ളം കൂടെ കുടിച്ചിട്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുവാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് അടിക്കാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഹലോ ഗായ്സ്, അങ്ങനെ ഇന്ന് ഞാൻ ടിന്നിനകത്ത് വരുന്ന ആഹാരങ്ങൾ മാത്രമായിരിക്കും കഴിക്കാൻ പോകുന്നത്. എങ്ങനെ ഞാൻ ഈ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തെന്ന് നോക്കാം. അങ്ങനെ രാവിലെ തന്നെ അമ്മ എൻ്റെ കയ്യിൽ കുറേ പൈസ കൊണ്ട് തന്നേ. പക്ഷേ ഇതൊരിക്കലും എനിക്കുള്ള പൈസയല്ല, ലോൺ അടയ്ക്കാൻ വേണ്ടിയുള്ളതാണ്. അങ്ങനെ അടുത്തുള്ളൊരു വീട്ടിൽ ഇപ്പം ഞാൻ ആ പൈസ കൊണ്ട് കൊടുത്തു. ടിന്നിലുള്ളത് തപ്പി അടുത്തുള്ളൊരു ബേക്കറി പോയിട്ട് ഞാനിപ്പോൾ ഒരു ഗുലാബ് ജാമുൻ വാങ്ങി. വീട്ടിലെത്തിയിട്ട് ഇപ്പം ഞാനതങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ഒന്ന് കഴിച്ചപ്പോൾ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്നു. അങ്ങനെ ആവേശം കൊണ്ട് ഞാൻ ആ പഞ്ചസാര ലായനി കൂടി ഞാൻ കുടിച്ചു. അതിനുശേഷം അടുത്ത ടിന്നിലുള്ളത് നോക്കി ഇപ്പോൾ വണ്ടി എടുത്തുകൊണ്ട് ഞാൻ അങ്ങ് ഇറങ്ങി. പോയിട്ടൊരു പ്രിങ്കിൾസ് വാങ്ങിയിട്ട് അതിപ്പോൾ കിണറിന്റെ മുകളിലിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുവാണേ. ഞാൻ വാങ്ങിയത് പച്ച കളറാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളർ കമന്റ് ചെയ്യണേ. അതും അങ്ങനെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ടിന്നിനകത്ത് വരുന്ന ബട്ടർ സ്കോച്ചിന്റെ ഒരു ഐസ്ക്രീമും കൂടെ കഴിച്ചു. ഇവിടെ നിന്നും ഓവർഫ്ലോ വീഴുന്ന വെള്ളമാണ് ഞങ്ങൾ തുണി നനയ്ക്കാനും മറ്റുമായിട്ട് പിടിച്ചു വെക്കുന്നത്. ഇന്ന് വെള്ളം വീഴാത്തത് കൊണ്ട് ഇപ്പൊ വീട്ടിലാവശ്യത്തേക്കുള്ള വെള്ളം ഞാൻ കിണറ്റിൽ നിന്നും അങ്ങനെ കോരി വെച്ചേ. വെള്ളവും കോരി കുളിയും കഴിഞ്ഞിട്ട് വൈകുന്നേരം ടിന്നിലുള്ളത് കഴിക്കാനായി ഞാൻ ഈ കപ്പ് നൂഡിൽസ് അങ്ങനെ ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് റെഡിയാക്കി കഴിക്കുവാണ്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. എന്തായാലും സംഭവം കൊള്ളാം. പിന്നീട് ഞാൻ വീഡിയോ എടുക്കുന്നതിലോ എഡിറ്റ് ചെയ്യുന്നതിലോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. സപ്പോർട്ട് എന്ന നിലയിൽ നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രൈബും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാവേ.
ഒരു ദിവസം അങ്ങനെ 2 ഓട്ടം പോയി കഴിഞ്ഞപ്പോൾ എന്റെ ഇത്രയും പൈസ കിട്ടി. അങ്ങനെ ഓട്ടം പോയ സ്ഥലത്ത് നിന്ന് എനിക്ക് എന്തൊക്കെ ഫുഡ് കിട്ടിയെന്ന് നമുക്ക് ഇതിലൂടെ നോക്കാം. ആദ്യം അങ്ങനെ വന്ന് ഓട്ടം പോകാനായിട്ട് അവരുടെ കാർ എടുക്കാൻ ഞാൻ അവരുടെ വീട്ടിലോട്ട് പൊക്കോണ്ടിരിക്കുവാണ്. അങ്ങനെ കാറും കൊണ്ട് അധികം താമസിക്കാതെ ഇപ്പൊ പമ്പി കയറിയേ. തിരുവല്ലക്കടുത്തുള്ള ഇവരുടെ ഒരു ബന്ധുവിന്റെ താമസത്തിന് വന്നതാണ് കേട്ടോ. അങ്ങനെ കയറി വരുമ്പോഴേ ജ്യൂസ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരു ഗ്ലാസ് ജ്യൂസ് അങ്ങനെ ഞാനും എടുത്തു. ഈ വീടിന്റെ താമസത്തിനാണ് ഞങ്ങൾ വന്നത്. എന്തായാലും നല്ല അടിപൊളി വീടാണ് കേട്ടോ. ജ്യൂസും കുടിച്ചുകൊണ്ട് ഞാനൊരു മൂലയ്ക്ക് മാറി നിൽക്കുമായിരുന്നു. കുറച്ച് സമയം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വീടിനകത്തേക്ക് കയറി. പിന്നീട് ഞാനും ഒന്നും നോക്കിയില്ല, സൈഡിലോട്ട് ചെരുപ്പ് ഊരിട്ടിട്ട് ഞാനും അങ്ങ് അകത്തേക്ക് കയറി. ഹാളിൽ ഒത്തിരി ആളുള്ളത് കൊണ്ട് ഞാൻ സിറ്റൗട്ടിലോട്ട് അങ്ങിരുന്നു. താമസം ആയതുകൊണ്ട് ബന്ധുക്കളും അവരുടെ അടുത്തുള്ളവരും ഒക്കെ ആയിട്ട് കുറെ പേര് കൂടെ പിന്നീട് വന്നതുകൊണ്ട് സിറ്റൗട്ടിലും അങ്ങനെ ആള് ഫുള്ളായി. പിന്നീട് ഞാൻ നേരെ വന്ന് പുറത്ത് കിടന്ന് ഒരു ഓട്ടോയ്ക്കകത്ത് അങ്ങ് കയറിയിരുന്നു. കുറച്ച് സമയം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രാർത്ഥന കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഫുഡ് കൊടുക്കുമായിരുന്നു. അങ്ങനെ ഞാനും ഇപ്പം മേടിച്ചിട്ട് അങ്ങനെ കഴിച്ചു. ഉച്ചയായപ്പോഴത്തേക്ക് അങ്ങനെ പരിപാടികളെല്ലാം കഴിഞ്ഞ് അവിടുന്ന് ഇപ്പൊ പോകാനായിട്ട് ഞാൻ വണ്ടി എടുത്തോണ്ടിരിക്കുവാണ്. അധികം താമസിക്കാതെ തന്നെ ഇപ്പൊ അവരെ കൊണ്ടുവന്ന് അങ്ങനെ അവരുടെ വീട്ടിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ എന്റെ ആദ്യത്തെ ഓട്ടം കഴിഞ്ഞിട്ടുണ്ടേ. അവിടുന്ന് ഇപ്പൊ ഓട്ടോ എടുത്തോണ്ട് അടുത്ത വീട്ടിലോട്ട് അടുത്ത കാർ എടുക്കാനായിട്ട് ഞാൻ പൊക്കോണ്ടിരിക്കുവാണ്. അങ്ങനെ ആ വീടിന്റെ ഒരു സൈഡിലോട്ട് ഇപ്പൊ ഓട്ടോ അങ്ങനെ മാറ്റിയിട്ടു. രാവിലെ തോട്ടം പോയത് വാഗണർ കൊണ്ടാണെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് പോകുന്നത് ഈ ഒരു ആൾട്ടോ കൊണ്ടാണേ. പിന്നീട് സമയം കളയാതെ നേരെ വണ്ടി എടുത്തോണ്ട് ഇപ്പൊ പൊക്കോണ്ടിരിക്കുവാണ്. ഈ ഓട്ടോ ഇപ്പൊ പോകുന്നത് റാന്നിക്കാണ് കേട്ടോ. ഡ്രൈവിംഗ് സ്കൂളിൽ ഒരാളെ ചേർക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ഈ ഡ്രൈവിംഗ് സ്കൂളിലാണ് കേട്ടോ ഞാൻ നേരത്തെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇപ്പൊ ഏതായാലും അവരുടെ കൂടെ ഞാനിവിടെ കയറി അങ്ങ് പോവാന്ന് വിചാരിച്ചു. തിരിച്ചങ്ങനെ വരുന്ന വഴിക്ക് അവരുടെ ചെലവ് ഒരു പപ്സും ഒരു സോഡ നാരങ്ങയും. അങ്ങനെ അതും കൂടെ കഴിച്ചിട്ട് അധികം താമസിക്കാതെ നേരെ അവരെ കൊണ്ട് അങ്ങനെ വീട്ടിലിറക്കി. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് അടിക്കാനും മറക്കല്ലേ. ഇന്ന് ഞാൻ വെള്ള കളർ വരുന്ന ആഹാരങ്ങൾ മാത്രമായിരിക്കും കഴിക്കാൻ പോകുന്നത്. ഞാൻ എന്തൊക്കെ കഴിച്ചെന്നും എങ്ങനെ ഈ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തെന്നും നമുക്ക് ഇതിലൂടെ നോക്കാം. അങ്ങനെ ഈ ഒരു വെള്ള കളർ ഫുഡ് ചലഞ്ചിൽ ആദ്യം ഞാൻ കഴിച്ചത് ഈ ഒരു വട്ടയപ്പമായിരുന്നു. വലിയ പാക്കറ്റിലെ വട്ടയപ്പം മേടിക്കാനായിട്ടാണ് ഞാൻ ചെന്നത്. ഞാൻ ചെന്ന ബേക്കറിൽ ഇതേപോലെ പീസായിട്ട് വട്ടയപ്പം ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങ് വാങ്ങി. അങ്ങനെ ഇപ്പൊ രാവിലെ ഞാൻ വട്ടയപ്പം കഴിച്ച് വയറ് നിറച്ചു. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് അതേ ബേക്കറിയിൽ നിന്ന് ഞാൻ കണ്ടപ്പം വാങ്ങിയ ഒരു പാൽപ്പേടയും കൂടെ കഴിച്ചു. ഇത് വായിലോട്ട് അങ്ങ് ഇടുന്ന ഉടനെ അലിഞ്ഞങ്ങ് പോവായിരുന്നേ. കാണുമ്പോൾ ഞാൻ ഓർത്ത് നല്ല കട്ടിയുള്ള എന്തോ ആയിരിക്കുന്നു. പക്ഷെ എന്നുണ്ടെങ്കിൽ വായിലേക്ക് ഇടുമ്പോൾ അങ്ങ് അലിഞ്ഞു പോവായിരുന്നു. അങ്ങനെ ഇപ്പൊ ഈ ഒരു പാൽപ്പേടം കൂടെ കഴിച്ചു. സമയം ഇപ്പൊ ഏകദേശം ഉച്ചയ്ക്ക് 1:30 ആവാറായി. ഇനി ഉച്ചയ്ക്കും വെള്ള കളർ ഫുഡ് തന്നെ കഴിക്കണം. അപ്പൊ ഞാൻ ഓർത്ത് ചോറ് കഴിക്കാമെന്ന്. പക്ഷെ കറിയായിട്ട് വെള്ള കളർ ഒന്നും ഇല്ലല്ലോ. വെള്ള കളർ കറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വെള്ള കളറിൽ ഒരു ചമ്മന്തി അരിച്ച് ചോറ് കഴിക്കാന്ന് വിചാരിച്ച് ഒരു തോട്ടിയൊക്കെ സെറ്റ് ചെയ്ത് ഇപ്പൊ ഒരു മാങ്ങ പറിച്ചുകൊണ്ടിരിക്കുവാണേ. മാങ്ങ പറിക്കാനായിട്ട് നോക്കിയിട്ട് ഇല മാത്രമേ വീഴുന്നുള്ളല്ലോ ഗായ്സ്. അങ്ങനെ അവസാനം എനിക്ക് മാങ്ങ കിട്ടി. അങ്ങനെ ഈ മാങ്ങ കൊണ്ട് പോയിട്ട് ഇനിയിപ്പോ ചമ്മന്തി അരയ്ക്കണം. അങ്ങനെ ചോറും വെള്ള കളർ ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ചോറ് ഇപ്പം ഞാൻ സിറ്റൗട്ടിലിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ചോറ് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ദാഹം ഉണ്ടായിരുന്നു. അങ്ങനെ നേരത്തെ മേടിച്ചു വെച്ചിരുന്ന വെള്ള കളർ വരുന്ന ഈ ഒരു ലിച്ചിയുടെ ജ്യൂസ് എടുത്ത് അങ്ങ് കുടിച്ചു. അങ്ങനെ ഈ ജ്യൂസും കൂടെ കുടിച്ചതിന് ശേഷം പിന്നീട് ഞാൻ കഴിക്കുന്നത് ഈ ഒരു ഐസ്ക്രീം ആയിരുന്നേ. ഒരു വട്ടം കടയിൽ പോകുമ്പോഴേ ഈ സാധനങ്ങളെല്ലാം ഒരുമിച്ച് മേടിച്ചു വെക്കുന്നതുകൊണ്ട് പലപ്പോഴായിട്ട് പിന്നീട് ഓടേണ്ട ആവശ്യമില്ല. പിന്നീട് കരണ്ട് പോയത് കൊണ്ട് ഐസ്ക്രീം ചെറുതായിട്ടൊന്ന് വെള്ളമായിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. ഐസ്ക്രീമും കഴിച്ചതിന് ശേഷം ഞാൻ കഴിക്കുന്നത് ഈ കാണുന്ന കോക്കനട്ട് ലഡുവാണേ. ഇതാണെന്നുണ്ടെങ്കിൽ വെള്ള കളറുമാണ്. പോരാത്തതിന് ഇത് ഞാൻ കഴിച്ചു നോക്കിയിട്ടുമില്ല. ടേസ്റ്റ് ഒന്നും അറിയാമല്ലോ. കഴിക്കുമ്പോൾ കറക്റ്റ് തേങ്ങ കഴിക്കുന്ന അതേ ഫീലാണ്. പിന്നീട് അകത്തെന്തോ നല്ലൊരു മധുരവും ഉണ്ട്. അങ്ങനെ ഈ ചലഞ്ച് ഞാൻ ഇനി അവസാനം കഴിക്കാൻ പോകുന്നത് ഈ ഒരു മിൽക്കി ബാറും കൂടാണ്. അങ്ങനെ ഇതും കൂടെ കഴിച്ചിട്ട് ഈ ചലഞ്ച് ഞാൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുവാണ്. പതിവ് പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് അടിക്കാനും മറക്കല്ലേ. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാവേ. ഇന്നും അങ്ങനെ 2 ഓട്ടമാണ് കേട്ടോ പോയത്. എങ്ങോട്ടൊക്കെയാണ് ഓട്ടം പോയതെന്നും എന്തൊക്കെ ഫുഡാണ് കഴിച്ചതെന്നും നമുക്ക് ഇതിലൂടെ നോക്കാം. രാവിലെ അങ്ങനെ ഓട്ടം പോകാനായിട്ട് ഇറങ്ങിയതാണ്. വരുന്ന വഴി കുറച്ച് മോശമാണ്. ആ വഴി വന്ന് നേരെ കയറുന്നത് 6ന്റെ ഫ്രണ്ടിലോട്ടാണ് കേട്ടോ. ഈ കാണുന്ന പൊളിഞ്ഞ വഴി കൂടെ വേണം എനിക്കിനി കയറി പോകാൻ. ഒരു ഷോർട്ട് കട്ട് പിടിച്ചതാണ്. അങ്ങനെ ഇപ്പൊ ഞാൻ നേരത്തെ ജംഗ്ഷനിലെത്തിയേ. അങ്ങനെ ഇപ്പൊ അവരുടെ വീട്ടിലെത്തി കാറും എടുത്തോണ്ട് ഞങ്ങളിപ്പോ പൊക്കോണ്ടിരിക്കുവാണേ. ഇപ്പൊ ഞാൻ ഈ ഓട്ടം പൊക്കോണ്ടിരിക്കുന്നത് റാന്നിലോട്ടാണ് കേട്ടോ. റാന്നിയിലുള്ള സെന്റ് മേരി സ്കൂളിന്റെ പേരന്റ്സ് മീറ്റിംഗിന് അവരെ കൊണ്ട് വന്നതാണേ. സ്കൂളിന്റെ ഫ്രണ്ടിലൊക്കെ വണ്ടി ആയതുകൊണ്ട് കുറച്ചിപ്പുറത്തോട്ട് മാറി ഒരു തണുപ്പ് കണ്ടെടുത്തോട്ട് വണ്ടി ഒതുക്കി. ഇനി ഉച്ചയ്ക്ക് 12 മണി കഴിയുമ്പോൾ എനിക്ക് അടുത്ത ഓട്ടം ഉള്ളതാണ്. ഇപ്പൊ സമയം 10:30 കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ. എന്നാ പിന്നെ ഇനി അവര് വരുന്നിടം വരെ വണ്ടിക്കകത്ത് അങ്ങ് കിടക്കാമെന്ന് വിചാരിച്ചു. കുറെ നേരം കഴിഞ്ഞിട്ട് അങ്ങനെ സമയം ഇപ്പൊ 11:45. അവസാനം വണ്ടിയുടെ വെളിയിൽ ഇറങ്ങിയിട്ട് ഞാൻ അവരെ ആ പരിസരത്ത് മൊത്തം നോക്കിയിട്ട് അവരെ അവിടെ അങ്ങ് കാണാനില്ല. അവസാനം ഒരു വിധത്തിൽ അവരെ കണ്ടുപിടിച്ചു. 12 മണിക്ക് അടുത്ത ഓട്ടം പോകേണ്ട ഞാൻ ഇവിടുന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് തന്നെ 12:15 കഴിഞ്ഞു. അടുത്ത ഓട്ടം പോകേണ്ടവരെ ഒരു വിധത്തിൽ പിടിച്ചു നിർത്തിയേക്കുവാണേ. സമയമില്ലാത്ത സമയത്ത് കഷ്ടകാലത്തിന് ഈ കാറിന്റെ പെട്രോൾ തീരാറായി. അങ്ങനെ അടുത്ത് കണ്ടൊരു പമ്പിലോട്ട് കയറി പെട്ടെന്ന് പെട്രോൾ അടിച്ചു. ഇതാന്ന് പറയുന്നതിന് മുമ്പ് അങ്ങനെ അവരുടെ വീട്ടിലെത്തിയേ. വണ്ടി കൊണ്ടുവന്നിട്ട് അങ്ങനെ അവരുടെ വീടിന്റെ ഒരു സൈഡിലോട്ട് നിർത്തിയിട്ടു. ആ കാണുന്ന ചുമന്ന കളറുള്ള ഇയോണിനാണ് കേട്ടോ ഞങ്ങൾ പോയത്. എന്റെ വണ്ടി എടുത്തുകൊണ്ട് ഇപ്പൊ അടുത്ത ഓട്ടം പോകേണ്ട വീട്ടിലെത്തി. ഈ കാണുന്ന ആൾട്ടോ കൊണ്ടാണ് കേട്ടോ ഇനിയും പോകുന്നത്. ഈ വണ്ടി കൊണ്ട് മിക്കപ്പോഴും എനിക്ക് ഓട്ടം കിട്ടാറുള്ളതാണ്. ആദ്യം പോയ ഓട്ടത്തിന് കുറച്ച് താമസം വന്നതുകൊണ്ട് ഇവിടെ ഞാൻ കുറച്ച് താമസിച്ചാണ് കേട്ടോ എത്തിയത്. അങ്ങനെ എത്ര താമസമൊക്കെ വന്നെന്ന് പറഞ്ഞാലും വീഡിയോ ഞാൻ എങ്ങനെങ്കിലുമൊക്കെ എടുക്കുവേ. ഓട്ടം പോയിട്ട് അങ്ങനെ അവരുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന വഴി ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയതാണേ.
വൈകുന്നേര സമയം ആയതുകൊണ്ട് ഷവർമ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ഷവർമ കഴിച്ചു. ഇനിയിപ്പം നേരെ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലോട്ട്. അങ്ങനെ ഇപ്പൊ അവസാനം വണ്ടി കൊണ്ടുവന്ന് അവരുടെ വീട്ടിലിട്ടു. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഫോളോ ചെയ്യാനും ഒരു ലൈക്ക് അടിക്കാനും മറക്കല്ലേ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇന്ന് ഞാനങ്ങനെ ഫ്രീ ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിങ്ങനെ ആലോചിച്ചപ്പോഴാണ് എന്നാ പിന്നെ നേരെ കുട്ടിക്കാനത്തിനങ്ങ് വിട്ടേക്കാന്ന് വിചാരിച്ചത്. ഹലോ ഗായ്സ്, അങ്ങനെ ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. അതുകൊണ്ട് ഇന്നൊരു ദിവസത്തേക്ക് കുട്ടിക്കാനത്ത് പോവാന്നങ്ങ് വിചാരിച്ചു. രാവിലെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ ഗ്യാസ് കുറ്റി എടുത്തുകൊണ്ട് വന്ന് മേളിൽ വെക്കാനായിട്ട് ഞാനും അച്ഛനും ഇപ്പൊ കയറി പൊക്കോണ്ടിരിക്കുവാണേ. അങ്ങനെ ഗ്യാസ് കുറ്റി വണ്ടിക്കകത്ത് കയറ്റിയിട്ട് ഇപ്പം മോളത്തെ റോഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. അവിടെ വരെ ഗ്യാസ് കൊണ്ടിരുന്ന വണ്ടി വരുവുള്ളൂ. അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ മോളിൽ കൊണ്ടത് വെച്ചിട്ട് ഞാനിപ്പോൾ ഇനി അച്ഛനെയും അമ്മയും കൊണ്ടുവന്നിട്ട് ബസ് കയറ്റി വിടാൻ പോവാണേ. അങ്ങനെ ഗ്യാസ് കുറ്റിയൊക്കെ കൊണ്ട് സേഫായിട്ട് വെച്ചിട്ട് ഞാൻ അവരെയും കൂട്ടിക്കൊണ്ട് ഇപ്പൊ വണ്ടി കയറുന്നിടത്തോട്ട് പൊക്കോണ്ടിരിക്കുവാണേ. വീട്ടിൽ നിന്ന് ബസ് കയറുന്നിടത്തോട്ട് ഒരു 2-2.5 കിലോമീറ്റർ വരും. അമ്മയാണെങ്കിൽ അമ്മയുടെ വീട്ടിലും പോകുന്നു, അച്ഛൻ രാവിലെ ജോലിക്കും പോവാണേ. ഇവര് രണ്ടുപേരും 2 ബസ്സിനാണ് പോകുന്നത്. അമ്മയെ അങ്ങനെ അമ്മയുടെ ബസ് കയറ്റി വിട്ടിട്ട് ഇപ്പൊ അച്ഛന്റെ ബസ്സും വന്ന് അച്ഛനും കയറി പോവാൻ തുടങ്ങുവാണ്. അങ്ങനെ അവരെ രണ്ടുപേരും രാവിലെ കൊണ്ട് ബസ് കയറ്റി വിട്ടിട്ട് ഞാൻ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോരുന്നു. ഞാനങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയിട്ട് ഇപ്പൊ വർക്കൗട്ട് ചെയ്തോണ്ടിരിക്കുവാണ്. ഡമ്പൽ എടുത്തിട്ട് അങ്ങനെ 2 കൈക്ക് വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്യുവാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനിതുപോലെ വെയിറ്റ് നോക്കിയപ്പോ എനിക്ക് നെഞ്ചിനകത്ത് നീർക്കെട്ട് വന്നാണ്. എന്തായാലും കുഴപ്പമില്ല, ഇത് ചെയ്യാതിരുന്നിട്ട് ഇനിയും വല്ല കൊളസ്ട്രോളും വന്നാലോ. കുറച്ച് റൗണ്ട് പുഷപ്പും ഒക്കെ എടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ കഴിക്കാൻ നോക്കിയപ്പോ ആകെ ഒരു കാടമുട്ട ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അതങ്ങ് പുഴുങ്ങി കഴിച്ചു. ഒരു കാടമുട്ട മാത്രം കഴിച്ചത് കൊണ്ട് എന്താവാനല്ലേ. പിന്നീട് ഫ്രിഡ്ജിൽ നിന്നൊരു ക്യാരറ്റും കൂടെ എടുത്തിട്ട് അങ്ങ് കഴിച്ചു. ക്യാരറ്റ് കഴിക്കുന്നോണ്ട് കുറച്ചധികം ഗുണങ്ങളുണ്ടെന്നല്ലേ. കാഴ്ചശക്തി കൂടുമെന്നും പിന്നീട് ദഹന പ്രക്രിയയൊക്കെ പെട്ടെന്ന് നടക്കുമെന്നും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു ക്യാരറ്റ് ഫുള്ളങ്ങ് കഴിച്ചു തീർത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് വിശപ്പിനൊരൽപ്പം ശമനം കിട്ടി. ഇതിനെയും കഴിച്ചു തീർത്തതിന് ശേഷം വേണം ജോലികൾ ഓരോന്നോരോന്നായിട്ട് ചെയ്ത് തീർക്കാനായിട്ട്. ഞങ്ങളുടെ ഈ ഒരു റോഡിൽ നിന്നും വീട്ടിലേക്ക് ഇറങ്ങുന്ന ഈ ഒരു ഭാഗത്ത് ഇത്രയും വലിയൊരു എഡ്ജാണ് കേട്ടോ ഉള്ളത്. അതുകൊണ്ട് വണ്ടിയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ചാട്ടമാണ്. അതൊന്ന് നേരെയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കല്ലുകളും മണ്ണും ഒക്കെ കൂട്ടി ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് ശരിയാക്കി എടുക്കണം. ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ജോലി. അങ്ങനെ മണ്ണൊക്കെ വെട്ടിക്കോരാനായിട്ടുള്ള മൺവെട്ടിയൊക്കെ ആയിട്ട് ഞാൻ നേരെ അങ്ങ് ഇറങ്ങിയേ. ഇപ്പം ഞാൻ ഈ കോരാൻ പോകുന്ന മണ്ണൊക്കെ വേറൊരു സ്ഥലത്തുനിന്ന് കൊണ്ടിട്ടതാണ്. ഇവിടെ കുറച്ച് കട്ടി പിടിച്ചിരിക്കുന്ന മണ്ണുണ്ട്. അതെല്ലാം വെട്ടിക്കോരിയെടുത്തിന് ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. കോരിയിട്ട മണ്ണെല്ലാം അത്യാവശ്യം ഓരോ സൈഡിലേക്ക് വലിച്ചു മാറ്റിയിട്ട് അതൊക്കെ അങ്ങനെ നിരപ്പാക്കി അങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണേ. കോരിയ മണ്ണെല്ലാം അങ്ങനെ ഒരു ഭാഗത്തേക്ക് ഇട്ടിട്ട് ലെവലാക്കിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ എടുക്കുന്ന അത്ര ചെറിയ കല്ലുകളെല്ലാം ആ ഒരു സൈഡിലേക്ക് ഇട്ടിട്ട് അവിടെ ഒന്ന് ലെവലാക്കി എടുക്കണം. കട്ടി പിടിച്ച് ഉറച്ചു കിടക്കുന്ന മണ്ണെല്ലാം ഇപ്പൊ ഞാൻ വെട്ടിക്കോരിക്കൊണ്ടിരിക്കുവാണേ.
അങ്ങനെ രണ്ടാമത്തെ വെട്ടിന് തൂമ്പയുടെ കൈയൊക്കെ അങ്ങ് ഊരിപ്പോയി. ഇനി അത് ശരിയാക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ സമയം പോക്കാണ്. അതുകൊണ്ട് ഏതായാലും കിട്ടിയ ആ മൺവട്ടിയും കൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ മണ്ണ് കോരിക്കൊണ്ടിരിക്കുക. വിചാരിച്ച പോലെ കാര്യം അത്ര സിമ്പിൾ അല്ല. മണ്ണ് നല്ല ഉറച്ചു കിടക്കുവാണ്. ഏതായാലും കൊള്ളാം, ഒരു വിധത്തിൽ അങ്ങനെ വെട്ടിയെടുത്തിട്ട് ഈ ഒരു ഷേപ്പിലേക്ക് അങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ടേ. വലിയ രീതിയിലൊന്നും ശരിയായിട്ടില്ലേലും വണ്ടി കയറുമ്പം വലിയ ചാട്ടം ഇല്ലാത്ത രീതിയിലൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പൊ അടുത്ത പരിപാടി ചെയ്യണം. ഇനിയും എന്റെ അടുത്ത പരിപാടി വെള്ളം കോരിച്ചയാണ്. അങ്ങനെ ഇപ്പൊ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ കോരിക്കൊണ്ടിരിക്കുവാണേ. ഓരോ ബക്കറ്റുകളായിട്ട് ഈ കോരുന്ന വെള്ളം വേണം ഇനി ഓരോ പാത്രത്തിലായിട്ട് കൊണ്ട് നിറയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓരോ ബക്കറ്റുകളായിട്ട് കോരി എല്ലാ പാത്രത്തിലും ഇപ്പൊ അങ്ങനെ വെള്ളം നിറച്ചിട്ടുണ്ട്. വെള്ളം കോരിക്കൊണ്ടിരുന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. കഴിഞ്ഞ ദിവസം ഞാൻ ബീട്രൂട്ട് കഴിയപ്പോൾ അതിനകത്തുനിന്ന് കിട്ടിയ വെള്ളം എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഐസ് ക്യൂബ് ആക്കിയ കാര്യം. അങ്ങനെ അതിപ്പോ എടുത്തിട്ട് ഞാൻ മുഖത്ത് തേച്ചുകൊണ്ടിരിക്കുവാണേ. ഈ ബീട്രൂട്ട് ഇങ്ങനെ മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ കളർ വെക്കുമെന്നൊക്കെയാണ് പറയുന്നത്. ഇതിപ്പോ എന്തായാലും ബീട്രൂട്ടിന്റെ വെള്ളം ഐസ് ക്യൂബ് ആക്കിയതാണ്. എന്തായാലും ഞാൻ ചുമ്മാ ഇരിക്കുമ്പോഴത്തേക്കൊന്ന് മുഖത്ത് തേച്ച് നോക്കുവാണേ. കുറച്ച് സമയത്തേക്ക് ഐസ് ക്യൂബ് കൈ പിടിച്ചപ്പോഴത്തേക്ക് കൈ അങ്ങ് തണുത്ത് മരവിക്കാൻ തുടങ്ങി. ഇതാ കൈ കണ്ടില്ലേ, കറക്റ്റ് ചോര പോലെ. അങ്ങനെ മുഖത്തെല്ലാം അങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് ഇതാ കഴുകി കഴിഞ്ഞപ്പം ചെറിയൊരു കളറൊക്കെ കിട്ടിയിട്ടുണ്ട്. മുഖത്തൊരു കളറ് വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ വണ്ടിയുടെ കാര്യം ഓർത്തത്. കുറച്ചു ദിവസങ്ങളായിട്ട് വണ്ടി കഴുകണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷെ ഇതുവരെ സമയം കിട്ടിയില്ല. അങ്ങനെ ഇന്നിനിയിപ്പോ വണ്ടി ഒന്ന് കഴുകി റെഡിയാക്കണം. വണ്ടിയില് ഫുള്ള് പൊടിയും ചള്ളയുമാണ്. ഇത് കണ്ടില്ലേ, ഞാൻ എത്ര സീറ്റ് കവറുകൾ മാറ്റിയാലും പൂച്ചകൾക്ക് അതൊന്നും ഇഷ്ടപ്പെടത്തില്ല. എല്ലാം ഈ ഒരു പരുവത്തിലാക്കും. വണ്ടി കഴുകാനായിട്ട് നേരത്തെ മേടിച്ചിട്ടിരുന്നൊരു ഷാമ്പു സീറ്റിനടി കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ അതെടുത്തിട്ട് ഇനിയിപ്പോ വണ്ടി കഴുകാൻ തുടങ്ങണം. വണ്ടി അങ്ങനെ കഴുകാൻ വേണ്ടിയിട്ടുള്ള വെള്ളമെല്ലാം കോരി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നേരെ ചെന്ന് വണ്ടി ഞാൻ കഴുകാം. ചെളിയെല്ലാം ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഒരു ബക്കറ്റ് വെള്ളം മുഴുവനും വണ്ടിയിലെടുത്തങ്ങ് ഒഴിച്ചു. നേരത്തെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇനി ഷാമ്പു ഇടുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ലായിരിക്കും. അല്ലാതെ നേരിട്ടങ്ങ് ഷാമ്പു ഇടുവാണെങ്കിൽ ചിലപ്പോ ചെളിയുമായിട്ട് കുഴഞ്ഞങ്ങ് പിടിക്കും. വെള്ളം കോരിയെടുക്കുന്ന ഈ ഒരു ചെറിയ ബക്കറ്റിനകത്തോട്ട് കുറച്ച് വെള്ളവും കൂടെ എടുത്തിട്ട് ഷാമ്പു കലക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ടേ. ഷാമ്പു അങ്ങനെ കലക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് വണ്ടിയെ മുഴുവൻ അങ്ങ് തേച്ച് പിടിപ്പിക്കണം. അങ്ങനെ തേച്ച് പിടിപ്പിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ചെളിയുള്ള ഭാഗത്തെല്ലാം ആദ്യമേ ഷാമ്പു തേച്ചങ്ങ് ഉരയ്ക്കാൻ തുടങ്ങി. മിക്കപ്പോഴും പണി കിട്ടാറുള്ളൊരു കാര്യമാണ്. എല്ലായിടത്തും ഷാമ്പു തേച്ച് നന്നായിട്ട് കഴുകിയതിന് ശേഷം ലാസ്റ്റ് വെള്ളം ഒഴിക്കാനായിട്ട് നിൽക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം പുള്ളിപ്പെട്ട പാട് ചിലപ്പം പോത്തേയില്ല. അങ്ങനെ ആദ്യം പകുതി ഭാഗത്ത് ഷാമ്പു തേച്ച് പിടിപ്പിച്ചിട്ട് പിന്നീട് ആ ഭാഗത്ത് വെള്ളം ഒഴിച്ചാൽ കഴുകും. പിന്നീട് ബാക്കി ഷാമ്പു തേക്കാനുള്ളിടത്ത് ഷാമ്പു തേച്ചിട്ട് അവിടെയും കൂടെ വെള്ളം ഒഴിച്ചാൽ കഴുകും. അതായി കഴിയുമ്പോൾ ഉണങ്ങി പിടിക്കുമോ എന്നുള്ള പേടി വേണ്ട.
അങ്ങനെ പറഞ്ഞിട്ടാണ് കഴുകി തുടങ്ങിയത്. പക്ഷെ സംഭവം ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. ഒരു ഭാഗം കഴുകി കഴിഞ്ഞപ്പോ അടുത്ത ഭാഗം കൂടെ കഴുകണമെന്ന് മനസ്സിലൊരു തോന്നല് വന്നിട്ട് ഇപ്പൊ എല്ലാ ഭാഗവും അങ്ങ് സോപ്പിട്ട് കഴുകി. എല്ലാ ഭാഗവും സോപ്പിട്ട് നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇനിയുള്ള പേടി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കുമ്പോ എല്ലായിടത്തും പുള്ളിപ്പെടുവെന്നാണ്. എല്ലാം കഴുകിയിട്ട് ഇനിയിപ്പം ബാക്കി കഴുകാനായിട്ടുള്ളത് 2 ടയറുമാണ് കേട്ടോ. ഈ വണ്ടി കഴുകിയതിന് ശേഷം അതിന്റെ ടയറും കൂടെ കഴുകിയാലേ മൊത്തത്തിലൊരു വൃത്തി വരുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം എന്തോ ഇരുണ്ടിരിക്കുന്ന പോലെ തോന്നും. അങ്ങനെ ബാലൻസ് ഉണ്ടായിരുന്ന 2 ടയറും കഴുകി ബാക്കി എല്ലാം അങ്ങനെ കഴുകി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി മൊത്തത്തിലൊന്ന് വെള്ളം ഒഴിച്ച് കുട്ടപ്പനാക്കി എടുക്കണം. മൊത്തത്തിൽ വെള്ളം ഒഴിച്ചൊന്ന് റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പം നേരത്തേതുമായിട്ട് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നല്ല രീതിയിലുള്ളൊരു കളർ ചേഞ്ചിങ് ഒക്കെ ഫീൽ ആവുന്നുണ്ടേ. വെള്ളം ഒഴിച്ച് കഴിഞ്ഞപ്പോ നല്ലപോലെ കളറൊക്കെ വന്നിട്ടുണ്ട്. പിന്നീട് ആകെയുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇടത് സൈഡിലെ ഗ്ലാസ് മാത്രമില്ല. എത്ര മാത്രം വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടത് സൈഡിലെ ഗ്ലാസ് മാത്രം ഇതിൽ ഇരിക്കത്തില്ല. ഒരാവേശത്തിന്റെ പുറത്ത് വണ്ടി കഴുകാനായിട്ട് ഇറങ്ങിയതാണ്. ഇതിപ്പോ കഴുകിയിട്ട് തീരുന്നില്ലല്ലോ ദൈവമേ. സീറ്റ് ഞാൻ എന്തായാലും ഇപ്പൊ കഴുകുന്നില്ല എന്ന് വിചാരിച്ചാണ്. അറിയാതെ വെള്ളം എടുത്ത് ഒഴിച്ചു പോയതാണ്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റ് നനഞ്ഞു കഴിഞ്ഞാൽ ഉണങ്ങാനായിട്ട് നല്ലപോലെ പാടല്ലേ. ഇരുന്ന് കഴിഞ്ഞാൽ എന്തായാലും ബാക്കി ഫുള്ള് വെള്ളമാവും. ഏതായാലും ഷാമ്പു എല്ലായിടത്തും തേച്ചു പോയി. ഇനിയിപ്പോ എന്തായാലും കഴുകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് എല്ലാം അങ്ങ് കഴുകി വൃത്തിയാക്കി. കുട്ടിക്കാനത്ത് പോവാന്നുള്ളൊരു പ്ലാൻ ഇട്ടതിന് ശേഷമാണ് കേട്ടോ വണ്ടിയും കൂടെ ഒന്ന് കഴുകാന്ന് വിചാരിച്ചത്. കാരണം നമ്മളെങ്ങോട്ടെങ്കിലും ഒരു ലോങ് പോയി കഴിയുമ്പോ നമ്മുടെ വണ്ടിയും കൂടെ അത്യാവശ്യം ഒന്ന് വൃത്തിയായിട്ടിരിക്കണ്ടേ. ഏകദേശം ഒരു 1.5-2 വർഷത്തിന് മുമ്പായിട്ട് രാവിലെ ഒന്ന് വണ്ടി എടുത്തുകൊണ്ട് ഞാൻ പുറത്തോട്ട് പോയതാണ്. അങ്ങനെ എനിക്ക് തലകറക്കം വന്നിട്ട് വണ്ടി എൻ്റെ നേരെ വന്ന് താപ്പോട്ട് വീണതാണ് ഈ ഒരു ഭാഗം പൊട്ടിപ്പോയത്. വണ്ടിയുടെ ഈ ഒരു പൊട്ടിയിരിക്കുന്ന ഭാഗം മാത്രമായിട്ട് മാറാൻ പറ്റത്തില്ല. മാറുമ്പോ ആ ഒരു പാർട്സ് മൊത്തമായിട്ടേ കിട്ടത്തുള്ളേ. ഇനിയും ചെയ്യാനായിട്ട് കുറേയധികം പണികളൊക്കെ ഉണ്ട്. ഇനി പൈസയൊക്കെ ഒന്ന് റെഡിയായിട്ട് വേണം ബാക്കിയെല്ലാം ഒന്ന് ചെയ്തെടുക്കാനായിട്ട്. എന്തായാലും വണ്ടിക്ക് ഇപ്പൊ ഒരു കളറൊക്കെ കിട്ടിയിട്ടുണ്ട്. ബാക്കിലത്തെ ടയറിനടിയിലേക്ക് കൈയിട്ട് കഴുകിയതാണ്. ആ ഒരു ചള്ള താണ്ടിപ്പോ എന്റെ കയ്യിലിരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിയുന്നതിന് ശേഷം എനിക്ക് ഓട്ടോയ്ക്ക് കിട്ടിയൊരു ഓട്ടം ഞാനിപ്പോ പൊക്കോണ്ടിരിക്കുവാണ്. ഇതിവിടെ തൊട്ടടുത്ത് വരെയുള്ള ഒരു ഓട്ടമാണ്. ഇവരെ കൊണ്ടുവന്നതിന് തിരിച്ച് വീട്ടിൽ വിട്ടിട്ട് വേണം എനിക്ക് കുട്ടിക്കാനത്തിന് പോവാനായിട്ട്. അവരെയും കൊണ്ട് അങ്ങനെ വന്നത് ഈ ബാങ്കിലാ കേട്ടോ. അങ്ങനെ അവരെ കൊണ്ട് ബാങ്കിൽ വിട്ടിട്ട് ഞാനിപ്പോ പുറത്ത് വെയിറ്റ് ചെയ്ത് കിടക്കുവാണേ. അവരെ അങ്ങനെ കൊണ്ടുവിട്ടിട്ട് പുറത്ത് വെയിറ്റ് ചെയ്തിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് പെട്ടെന്നൊരു കാഴ്ച കണ്ടത്. ഞങ്ങളുടെ ഈ റൂട്ടിലേക്കൊക്കെ പഴയ KSRTCകളാണ് വന്നോണ്ടിരുന്നത്. അതാണ്ട് ഇപ്പൊ ഒരു പുതിയ വണ്ടി വിട്ടിട്ടുണ്ട്. ഇനി ഇടയ്ക്കിനി ഇതിലൊന്ന് കേറണം. ബാങ്കിലെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ഇനി പച്ചക്കറി മേടിക്കുന്ന പരിപാടിയാണ്. അങ്ങനെ പച്ചക്കറിയൊക്കെ മേടിച്ചിട്ട് ഇനി നേരെ ഇവരെയും കൊണ്ട് വീട്ടിലേക്ക് പോവാണേ. തിരിച്ചങ്ങനെ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. രാവിലെ മോളിൽ കയറ്റി വെച്ചിരുന്ന ഗ്യാസ് കുറ്റി ഇപ്പൊ നോക്കിയപ്പോ ആ പരിസരത്ത് അങ്ങ് കാണാനില്ല.
ദൈവമേ, രാവിലെ എല്ലാരും പല വഴിക്ക് പോകണമെന്നറിഞ്ഞുകൊണ്ട് മുകളിൽ വെച്ചിട്ട് പോയ ഗ്യാസ് കുറ്റിയാണ്. ഈ പരിസരത്തൊന്നും നോക്കിയിട്ട് കാണാനില്ല. അങ്ങനെ തൊട്ടടുത്തുള്ള മേഴ്സി ഹോമിലോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്കൊണ്ട് ദാണ്ട് അവരെടുത്ത് വെച്ചിരിക്കുന്നു. ഒരു ഓൾഡ് ഏജ് ഹോമാണ് കേട്ടോ ഈ മേഴ്സി ഹോം. അങ്ങനെ അവിടെ ഉള്ളവർ വിചാരിച്ചത് ഇത് അവരുടെ കുറ്റിയായിരിക്കുമെന്ന്. അങ്ങനെ തെറ്റിദ്ധാരണയുടെ പുറത്ത് എന്റെ കുറ്റി എടുത്തോണ്ട് പോയി. ഭാഗ്യത്തിന് അങ്ങനെ കുറ്റി കിട്ടിയിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ട് പേടിച്ചെങ്കിൽ എന്താ, കുറ്റി ഇപ്പൊ കൈ കിട്ടി. അങ്ങനെ ഈ ഓൾഡ് ഏജ് ഹോമിലേക്ക് വെള്ളം എടുക്കാനായിട്ടുള്ളത് എൻ്റെ ഒരു കുളമാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ നിന്നാണ് കേട്ടോ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള വെള്ളം ഇവരെടുക്കുന്നത്. ഇത് ഞങ്ങളുടെ വീടിന്റെ തൊട്ട് മുകളിലാണ് കേട്ടോ ഈ ഒരു കുളമുള്ളത്. അതുകൊണ്ട് ഞങ്ങക്ക് വെള്ളത്തിനൊരു ബുദ്ധിമുട്ടുമില്ല. ഇവിടുന്ന് വരുന്ന വെള്ളം നേരെ ഞങ്ങളുടെ കിണറ്റിലോട്ട് വന്നോളും. അങ്ങനെ തിരക്കുകളെല്ലാം കഴിഞ്ഞ് കുട്ടിക്കാനത്തിന് പോകാനായിട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് ഫോണിലെ റീചാർജ് തീർന്ന കാര്യം ഓർത്തത്. അങ്ങനെ അടുത്തുള്ളൊരു കടയിൽ കയറിയിട്ട് ഞാനിപ്പോ റീചാർജ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരെ ഇപ്പൊ എരുമേലിലെത്തി പോവാനുള്ള പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുവാണേ. അങ്ങനെ എരുമേലി എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഓർത്തത് ഒരു ചായ കുടിച്ചിട്ട് പോവാന്ന്. അപ്പം നേരെ ഒരു തട്ടുകടയിലോട്ട് കയറി ഒരു ചായയും ഒരു പരിപ്പോടെ അങ്ങ് പറഞ്ഞു. ഇപ്പൊ അതങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുവാണേ. എത്ര വെയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതേപോലെ ചായക്കട കണ്ടു കഴിഞ്ഞാൽ ഒരു ചായ കുടിച്ചില്ലെങ്കിൽ എന്തോ പോലെയാണ്. ഞാൻ വരുന്നതിന് തൊട്ടു മുമ്പാണ് കേട്ടോ ഈ പരിപ്പോടെയൊക്കെ കൊണ്ട് ഉണ്ടാക്കിയിട്ടത്. അതുകൊണ്ട് നല്ല ചൂടുണ്ടായിരുന്നു. അതുപോലെ ചായക്കും നല്ല ചൂടുണ്ടായിരുന്നേ. അങ്ങനെ പരിപ്പോടെയും കഴിച്ചു തീർത്തു. ചൂട് ചായയും പതുക്കെ പതുക്കെ ഊതി ഊതി കുടിച്ചങ്ങ് തീർത്തു. അമ്മയൊക്കെ പോയിട്ട് തിരിച്ചു വരുന്നതിനിപ്പുറം എനിക്ക് പോയിട്ട് വരണം. അതാണ് കേട്ടോ ഇപ്പോഴുള്ള മനസ്സിലെ ഒരു പേടി. ഇപ്പൊ സമയം ഒരു 10-10:30 കഴിഞ്ഞതേ ഉള്ളൂ. ഒരു 12 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കെങ്കിലും കുട്ടിക്കാനം ചെല്ലണം. എന്നാൽ മാത്രമേ എനിക്ക് സമയത്തിന് തിരിച്ചു വരാനൊക്കത്തുള്ളൂ. അങ്ങനെ നേരെ ചായയുടെയും കഴിഞ്ഞിട്ട് നേരെ ATM കയറിയേ. അങ്ങനെ കയ്യിലുണ്ടായിരുന്ന 500 രൂപ എടുത്തോണ്ട് ATM ഇറങ്ങി. ഇനിയും നേരെ ഇവിടുന്ന് മുണ്ടക്കയത്തോട്ട്. പിന്നീട് ഇടയ്ക്കൊന്നും വണ്ടി നിർത്താനായിട്ട് പോയില്ല. കുറച്ച് സമയത്തിന് ശേഷം നേരെ ഇപ്പൊ താണ്ടെ മുണ്ടക്കയം വന്നിട്ടുണ്ട്. ഇനിയിപ്പൊ ഇവിടങ്ങ് നിർത്തുന്നില്ല, നേരെ ഇവിടുന്ന് അങ്ങ് പോവാണ്. മുണ്ടക്കയം കഴിഞ്ഞിട്ട് ഇനി ഇവിടുന്ന് നേരെ കുട്ടിക്കാനം റോഡ് കേറിയിട്ടുണ്ട്. ഇവിടുന്ന് കറക്റ്റ് 21 കിലോമീറ്റർ ആണ് കേട്ടോ കുട്ടിക്കാനം ചെല്ലാനായിട്ട്. ഇവിടുന്ന് അങ്ങോട്ട് കേറി ചെല്ലുമ്പോ റോഡിന്റെ 2 ഭാഗത്തായിട്ട് കരിക്കും കൈതച്ചക്ക ഒരുപാട് വിൽക്കാനായിട്ട് കൂട്ടിയിട്ടിരിക്കുന്നത് കാണാം. പിന്നീട് ഇപ്പുറത്തെ ഒരു സൈഡിലായിട്ട് കുറെ കൈതത്തോട്ടം ഉണ്ട്. കൈതച്ചക്ക 3 എണ്ണത്തിനാണോ അതോ 3 കിലോയ്ക്കാണോന്നറിയത്തില്ല. 100 രൂപ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇങ്ങനെ 2 സൈഡിലായിട്ട് കരിക്കും കൈതച്ചക്കയാണ് കേട്ടോ ഇവിടുന്ന് അങ്ങ് വരെയും. ഇവിടുന്ന് എങ്ങനെ ഈ പോകുന്ന വഴിക്ക് ഒരു വലിയ മരത്തിന്റെ മുകളിലായിട്ടൊരു വലിയ തേനീച്ചക്കൂട് ഇരിക്കുന്നത് ഇന്നാള് കണ്ടിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം പോയി കഴിഞ്ഞപ്പോ അത് കണ്ടില്ല. ഇനി ആരെങ്കിലും അത് എറിഞ്ഞു കളഞ്ഞതാണോ ഇനിയും തീ വെച്ച് കളഞ്ഞാണോ എന്നറിയാൻ വയ്യ. ഒരുപാട് തവണ കുട്ടിക്കാനം പോയിട്ടുള്ളതാണെങ്കിലും ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. പെരുവന്താനം ചെന്നതിന് ശേഷം താപ്പോട്ട് നോക്കിയപ്പോ കണ്ട കാഴ്ചയാണ് ഇത്.
ഒന്നാതെ ഇതൊരു ചെറിയ റോഡാണ്. അതിന്റെ കൂടെ താണ്ടൊരു KSRTC ഇവിടെ ഒന്ന് കേടായി കിടപ്പുണ്ട് കേട്ടോ. ഈ കേടായി കിടക്കുന്ന ബസിന്റെ കണ്ടക്ടറാണെന്ന് തോന്നുന്നു ബസിന്റെ ഫ്രണ്ടിലായിട്ട് നിപ്പുണ്ട് കേട്ടോ. വലിയ വണ്ടികളൊക്കെ വരുമ്പോ സൈഡ് പറഞ്ഞു കൊടുക്കാനായിട്ട്. പിന്നീട് ആകെയുള്ള കാര്യം എന്ന് പറയുമ്പോ ഇതുപോലെ വലിയ വളവുകൾ വരുമ്പോ KSRTC വളഞ്ഞിറങ്ങി വരുന്ന കാണുമ്പോഴേ മനസ്സിലൊരു പേടിയാണേ. അങ്ങനെ കുറെ സമയത്തിന് ശേഷം ഞാനിപ്പോ ദാണ്ട വളഞ്ഞെങ്ങാനും എത്തിയിട്ടുണ്ട്. ഞാൻ എന്ന് വന്നു കഴിഞ്ഞാലുള്ളൊരു പ്രത്യേകത, അന്നൊന്നും ഇവിടെ വെള്ളം കാണത്തില്ല. അങ്ങനെ ദാണ്ട ഇന്നും വെള്ളമില്ല കേട്ടോ. അങ്ങനെ റോഡൊക്കെ ക്രോസ് ചെയ്തിട്ട് പാറയുടെ അടുത്തോട്ട് നടന്നാണ്. വെള്ളമില്ലാന്ന് മാത്രമല്ല കേട്ടോ, ആൾക്കാരും തീരെ കുറവാണ്. യൂട്യൂബിലൊക്കെ ആണെങ്കിലും ഈ ഒരു പാറയിൽ നിന്ന് ശക്തമായിട്ട് വെള്ളം വീഴുന്ന വീഡിയോകള് കുറെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഇത് കാണുമ്പോഴത്തേക്ക് യാതൊരു പേടിയും തോന്നുന്നില്ല കേട്ടോ. നേരത്തെ ഇവിടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ മേടിക്കുമ്പോ ആകെയുള്ള പേടി കുരങ്ങന്മാര് വന്ന് തട്ടിപ്പറിച്ചോണ്ട് പോകുന്നാണ്. ഈ പ്രാവശ്യം വന്നപ്പോ അവന്മാരെയും കാണാനില്ല. അതുപോലെ മുകളിൽ തൊട്ട് താഴെ വരെ നേരത്തെ ഒരുപാട് കടകളുണ്ടായിരുന്നു, ചായക്കടയും മറ്റും. ഇപ്പാണെന്നുണ്ടെങ്കിൽ വന്നിട്ട് ആകെ 2 കടകൾ മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. പിന്നെ ഇനി ഇവിടെ നിന്നിട്ട് എന്താ കാര്യം, സമയം വെറുതെ പോകുന്നല്ലാതെ യാതൊരു ഗുണവും ഇല്ല. അതുകൊണ്ട് ഞാൻ നേരെ ഇവിടുന്ന് വണ്ടി എടുത്തോണ്ട് ഇനി മോപ്പോട്ട് പോവാൻ തുടങ്ങുവാണേ. അങ്ങനെ അവിടുന്ന് വണ്ടി എടുത്തോണ്ട് ഏകദേശം കുട്ടിക്കാനം അടുക്കാറായി കഴിഞ്ഞപ്പോ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. ഇതുവഴി പോകുന്നവര് മിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടായിരിക്കും. സൈഡിൽ ഇത് കണ്ടില്ലേ, പാവക്കുട്ടികളും തലകണ്ണയൊക്കെ വിൽക്കുന്ന ഈ ഒരു സ്പോട്ട്. ഞാനവിടെ വണ്ടി നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് കുറെ പേര് വണ്ടിക്കകത്ത് വെക്കാനായിട്ട് ഈ ഒരു തലകണ്ണയും പാവയൊക്കെ മേടിച്ചോണ്ട് വന്ന കണ്ടു. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഞാൻ ദേണ്ട കുട്ടിക്കാനം ടൗണിലെത്തിയേ. ഇവിടുന്ന് ഇനി റൈറ്റ് പോയി കഴിഞ്ഞാൽ പരുന്തുംപാറ, ലെഫ്റ്റ് തിരിഞ്ഞാൽ വാഗമണ്ണുമാണ്. എനിക്ക് കൂടുതൽ ഇഷ്ടം വാഗമണ്ണിന് പോകാനായതുകൊണ്ട് ഞാൻ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ്. അങ്ങനെ കേറുമ്പോഴേ കാണുന്ന ഒരു അടിപൊളി തേയിലത്തോട്ടമാണ് കേട്ടോ ഇത്. ഞാൻ നേരത്തെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇവിടെ വന്നിട്ടുള്ളതാണ്. അന്ന് ഇതിനകത്ത് കയറിയിട്ട് വീഡിയോ എടുക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണേ. ഇതിന്റെ ഫ്രണ്ടിലായിട്ട് തന്നെ കണ്ടില്ലേ, ഒരു വലിയ കിണറാണോ അതോ ഇനി കുളമാണോ എന്നറിയത്തില്ല. ആരും വീഴാതിരിക്കാനായിട്ട് വലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ആഴം കൂടുതലാണോ കുറവാണെന്നൊന്നും നോക്കിയില്ല, അത് കാണുമ്പോ തന്നെ പേടി വരുന്നുണ്ട്. അങ്ങനെ അവിടെ വന്ന് കുറച്ച് സമയം കറങ്ങിയിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ ഇത്. അവിടുത്തെ ഒരു സെമിത്തേരി ആണെന്ന് തോന്നുന്നു. നേരത്തെ ഇവിടെ വരുമ്പോ തൊട്ട് ഇതിനടുത്തോട്ട് പോണോന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, എന്നാലും പേടി കാരണം അടുത്തോട്ട് പോയിട്ടില്ല ഇതുവരെ. ഇതിന് തൊട്ടടുത്തുള്ളവര് മരിക്കുമ്പം കൊണ്ട് അടക്കം ചെയ്യുന്നതാണോ അതോ ഇനി ഏതെങ്കിലും പള്ളിയുടെ സെമിത്തേരിയാണോന്ന് അറിയില്ല. അവിടുന്ന് എന്തായാലും കുറച്ചും കൂടെ മുമ്പോട്ട് വന്നു കഴിഞ്ഞപ്പം ഇവിടെ തേയില നുള്ളുന്നത് കണ്ടേ. ദൂരെ നിന്നിങ്ങനെ തേയിലത്തോട്ടത്തിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് അവര് തേയില നുള്ളുന്നിടത്തോട്ടൊന്ന് പോയാലോ എന്നൊന്ന് ആലോചിച്ചത്. ഞാൻ എന്നും ഇതുവഴി വരുമ്പോ ആഗ്രഹിക്കാറുണ്ട്, വീട് ഇവിടെ എങ്ങാനും അടുത്തായിരുന്നെങ്കിൽ എന്നും ഈ തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ട് ഇവിടുത്തെ ഭംഗി ഇങ്ങനെ ആസ്വദിക്കാമായിരുന്നല്ലോ എന്ന്.
പക്ഷെ നേരെ തിരിച്ചായിരിക്കും. നമ്മള് വല്ലപ്പോഴൊക്കെ ഇവിടെ വരുന്നതും ഈ തേയിലത്തോട്ടം കാണുന്നതും കൊണ്ടായിരിക്കും നമുക്കിവിടെയൊക്കെ താമസിക്കാനായിട്ട് തോന്നുന്നത്. ഇവിടെ ഉള്ളവർക്കൊന്നും ഇതൊന്നും വലിയ കാര്യമല്ലായിരിക്കും. അങ്ങനെ കുറച്ച് സമയം അതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് തേയിലെന്നുള്ളൊന്ന് പോയി കണ്ടാലോ എന്ന് തോന്നിയത്. അങ്ങനെ നേരെ വണ്ടി എടുത്തുകൊണ്ട് അവരുടെ അടുത്തേക്ക് പോയി. അങ്ങനെ ഞാൻ അവരുടെ അടുത്ത് വന്നിട്ട് വീഡിയോ എടുത്തോണ്ട് അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ അവിടെ ചെന്ന് നിന്നപ്പോ എന്നോട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഇത് കണ്ടില്ലേ, അതിന്റെ മണ്ടയ്ക്കുള്ള ഈ ഒരു ഇലയാണ് അവര് പറിച്ചെടുക്കുന്നത്. ഈ ഒരു ചേച്ചിയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു പിച്ചാത്തി ഉണ്ട് കയ്യില്, അതുകൊണ്ട് മണ്ടയിലെ ഇല ഇങ്ങനെ കണ്ടിച്ചെടുക്കുന്നുണ്ടേ. ഞാനങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന് കഴിഞ്ഞപ്പം ആ ചേച്ചിമാരെന്നോട് പേരെന്താണെന്നും ഞാൻ എവിടുന്നാണ് വരുന്നതെന്നൊക്കെ കുറെ കാര്യങ്ങൾ എന്നോട് ചോദിച്ചേ. പിന്നീട് എന്നോട് പറഞ്ഞ് വീഡിയോ എടുക്കാനാണെങ്കിൽ ഞങ്ങള് രണ്ടുപേര് മാത്രമേ ഉള്ളൂ ഇവിടെ. കൂടുതൽ പേരെ കാണുന്നുണ്ടെങ്കിൽ ഇതിലേക്കൂടെ കുറച്ച് മുകളിലോട്ട് കയറി ചെന്നാ മതി, അപ്പൊ കുറച്ചും കൂടി വീഡിയോ ഒക്കെ എടുക്കാമെന്ന് എന്നോട് പറഞ്ഞു തന്നു കേട്ടോ. ഇതിലും കുറെ ആളുകളോടുണ്ട്, അവരൊക്കെ മോളത്തെ സൈഡിലോട്ടാണ്. എനിക്ക് പക്ഷെ ഇതിലേക്കൂടെ മുകളിലോട്ട് പോകാൻ വഴി അറിയാത്തതുകൊണ്ട് ഞാൻ പോയില്ല. ഇതിലൊരു ചേച്ചിയുടെ ബന്ധുവിന്റെ വീട് പത്തനംതിട്ടയാണ് കേട്ടോ. അങ്ങനെ ഇതിന്റെ തൊട്ട് താഴെയായിട്ട് ഒരു സെക്യൂരിറ്റി ചേട്ടൻ ഉണ്ടായിരുന്നു. ഞാനങ്ങനെ ആ ചേട്ടനോട് ചോദിച്ചിട്ടാണ് മുകളിലോട്ട് കയറിപ്പോയത്. അങ്ങനെ അവരോടും ടാറ്റ പറഞ്ഞ് ആ ചേട്ടനോടും ടാറ്റ പറഞ്ഞിട്ട് ഞാൻ നേരെ അവിടുന്ന് തിരിച്ചു പോയിരുന്നു. ഇത് കണ്ടില്ലേ, ഒരു കുഞ്ഞു പശു, കയറ് പോലുമില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഇത്. ഇതേപോലെ കുറെ എണ്ണം കാണുന്നതാണ്. ആകെ ഇന്ന് വന്നിട്ട് ഇത് മാത്രമേ കണ്ടുള്ളൂ. ആദ്യം ഞാൻ കുട്ടിക്കാനത്തുനിന്ന് വാഗമണ് റൂട്ട് കുറച്ചങ്ങോട്ട് പോയിട്ട് അവിടുന്ന് തിരിച്ചു വരുന്ന വഴി പരുന്തുംപാറ റൂട്ട് കുറച്ച് വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ കണ്ടില്ലേ, ഏതാണ്ട് പൈൻ ഫോറസ്റ്റ്. നേരത്തെ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഇതിന്റെ മുകളിൽ കയറി പോയിട്ടുള്ളതാണ്. അന്നൊന്നും ടോക്കൺ ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ടോക്കൺ ഉണ്ട്. ഇവിടത്തെയൊക്കെ വീടുകൾ കണ്ടില്ലേ, നല്ല അടിപൊളി രസമാണേ. അങ്ങനെ സമയം ഇപ്പൊ ഏകദേശം 2:30 കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടുന്ന് നേരെ വീട്ടിലോട്ട്. നേരത്തേക്ക് ഇവിടെ വന്നിട്ട് ഇങ്ങനെ പോകുമ്പോ വളവിനൊക്കെയാണ് പോലീസുകാർ ചെക്കിങ്ങിന് നിൽക്കുന്നത്. ഫോണിൽ ഇങ്ങനെ വീഡിയോ എടുത്തോണ്ട് പോയി കഴിയുമ്പോ മനസ്സിലൊരു പേടിയുണ്ടായിരുന്നു, ഏതെങ്കിലും വളവ് തിരിഞ്ഞു ചെല്ലുമ്പോ അവിടെ പോലീസുകാരുണ്ടെന്ന്. ഏതായാലും ഭാഗ്യത്തിന് ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല. നല്ല വെയിലുണ്ടെങ്കിലും വെയിലിന്റെ ചൂടറിയത്തില്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല കാറ്റും അതിൻ്റെ കൂടെ നല്ല തണുപ്പും ഉണ്ട്. അങ്ങനെ അധികം താമസിക്കാതെ തന്നെ കുട്ടിക്കാനത്തുനിന്ന് ഇപ്പം ഞാൻ മുണ്ടക്കയത്തിന് തിരിച്ചു പൊക്കോണ്ടിരിക്കുവാണേ. നേരത്തെ ഞാൻ വരുമ്പോ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് സൈഡിലായിട്ടൊരു വണ്ടി കത്തി കിടക്കുന്നത്. ഇങ്ങോട്ട് വരുമ്പം കുറെ ഞാൻ നോക്കിയെങ്കിലും കണ്ടില്ല. പക്ഷെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ ഞാനത് കണ്ടുപിടിച്ചു. കണ്ടില്ലേ, മോളിൽ നിന്നെങ്ങാണ്ടാണ് താഴോട്ട് വീണത്. ഇനി മോളിൽ നിന്നെങ്ങണം കത്തി വീണതാണോ അതോ ഇനി വന്ന വഴിക്ക് ഇവിടെ തന്നെ ഇനി കിടന്ന് കത്തിയതാണോ എന്നറിയത്തില്ല. എന്തായെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സംഭവം ഇവിടെ കിടപ്പുണ്ട്. അങ്ങനെ തിരിച്ച് ഞാൻ വേഗം മുണ്ടക്കയം വന്നു. അവിടുന്ന് ഇതാന്ന് പറയുന്ന മുമ്പ് എരുമേലി വന്നു. എരുമേലി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം സമയം ഒരു 4 മണി അടുത്തായിരുന്നേ.
അങ്ങനെ എരുമേലി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഇന്നെന്തോ ഒരു വിശേഷ ദിവസമാണെന്ന് തോന്നുന്നു. ഇതാ കണ്ടില്ലേ, കുറെ പേര് ഇവിടെ വന്ന് ചാടുകയും പറയുകയൊക്കെ ചെയ്യുന്നത്. ശരിക്കും ഇത്രയും നേരമായിട്ടൊന്നും കുടിച്ചിട്ടുമില്ല, കഴിച്ചിട്ടുമില്ല. അതുകൊണ്ട് നേരെ കയറിയിട്ട് ഒരു ഷാർജ അങ്ങ് കുടിച്ചു. അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ ഒരു പരിപ്പോട കഴിക്കുകയും ഒരു ചായ കുടിക്കുകയും ചെയ്തതാണ്. ഇങ്ങോട്ട് വന്നപ്പോ നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഷാർജയുടെ കൂടെ കഴിക്കാനായിട്ട് ഒരു ചിക്കൻ സാൻഡ്വിച്ചും കടങ്ങ് പറഞ്ഞു. സമയം എന്തായാലും ഇപ്പൊ 4 മണി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചിക്കൻ സാൻഡ്വിച്ചും കൂടെ അവിടെ ഇരുന്ന് പതുക്കെ കഴിച്ചു തീർത്തിട്ട് ഇനി ഇവിടുന്ന് നേരെ വീട്ടിലോട്ട്. ഇത്രയും നേരം വിശന്നിരുന്നതുകൊണ്ട് ഒരു ഷാർജ കുടിക്കുകയും ഒരു സാൻഡ്വിച്ച് കഴിക്കുകയും ചെയ്തിട്ട് വിശപ്പ് മാറാത്തത് കൊണ്ട് ഒരു മന്തി മേടിച്ചോണ്ട് അങ്ങ് വീട്ടിലോട്ട് പോവാന്ന് വിചാരിച്ചു. അങ്ങനെ സാൻഡ്വിച്ചും ഷാർജയെല്ലാം കുടിച്ചിട്ട് മന്തിയും മേടിച്ചോണ്ട് ഞാൻ നേരെ വീട്ടിലോട്ട് പൊക്കോണ്ടിരിക്കുവാണേ. അങ്ങനെ വീട്ടിലോട്ട് പൊക്കോണ്ടിരിക്കുന്ന സമയത്താണ് ഒരു കാര്യം ഓർത്തത്. അച്ഛൻ ഇവിടെ അടുത്താണ് കേട്ടോ ജോലി ചെയ്യുന്നത്. അങ്ങനെ നേരെ പോയിട്ട് ഇനി അച്ഛൻ്റെ അടുത്തൊന്ന് കേറാന്ന് വിചാരിച്ചു. അച്ഛനാണെന്നുണ്ടെങ്കിൽ പെയിന്റിങ്ങിന്റെ ജോലിയാണ്. ഈ ഭാഗത്ത് എവിടെയോ ഒരു വീട്ടിലാണ് കേട്ടോ ജോലി. ഇനി ആ വീട് ഏതാണെന്നുള്ള കാര്യം ഞാൻ കണ്ടുപിടിക്കണം. അങ്ങനെ ഓരോ വീടും നോക്കി ചെന്നിട്ട് അവസാനം ഞാൻ ആളിനെ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏതോ ഒരു ബക്കറ്റ് കഴുകിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ അവിടെ വന്നിട്ട് അച്ഛൻ്റെ കൂടെ കൂട്ടി ഒരു വീഡിയോ അങ്ങ് എടുത്തു. അച്ഛൻ എന്നാ ഇനി എന്നോട് തിരിച്ച് വീട്ടിലോട്ട് പൊക്കോളാൻ പറഞ്ഞു. ഇത് കഴിയുമ്പം കുറച്ചും കൂടെ സമയം എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇനിയും വിളിക്കുമ്പോ വന്നാ മതി എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനിനി വണ്ടി എടുത്തോണ്ട് നേരെ തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോവാണേ. നേരത്തെ അങ്ങനെ മേടിച്ചു വെച്ച കുഴിമന്തി വീട്ടിലെത്തിയിട്ട് അത് പ്ലേറ്റിലാക്കിയിട്ട് ഇപ്പൊ അത് കഴിച്ചോണ്ടിരിക്കുവാണേ. ഒരു ക്വാർട്ടർ മന്തിയാണ് കേട്ടോ മേടിച്ചത്. നല്ല വിശപ്പായത് കൊണ്ടൊന്നും നോക്കിയില്ല, ഫുള്ളങ്ങ് കഴിച്ചു തീർത്തു. ഇത് കഴിച്ചോണ്ടിപ്പോ ആലോചിച്ചോണ്ടിരിക്കുവായിരുന്നു ഇനിയിപ്പൊ എന്താണ് അടുത്ത പരിപാടി എന്ന്. വൈകുന്നേരം ആയതുകൊണ്ട് ഇനിയും ദൂരോട്ടൊന്നും പോവാൻ പറ്റത്തില്ല. അപ്പോഴാണ് പെട്ടെന്ന് മനസ്സിലോട്ടൊരു ഐഡിയ കിട്ടിയത്. ഞാൻ ഈ പാലത്തിലോട്ട് കയറിക്കഴിഞ്ഞാൽ വണ്ടി എടുത്തുകൊണ്ട് നേരെ അപ്പുറത്തേക്ക് പോവും. എന്നിട്ട് അപ്പുറത്തെ സൈഡിൽ ചെന്ന് കുറച്ച് സമയം നിൽക്കാറാണ് പതിവ്. അങ്ങനെ പതിവ് തെറ്റിക്കാതെ നേരെ വണ്ടിയും കൊണ്ട് അപ്പുറത്തോട്ട് തന്നെ പോയി. ഇതിന്റെ താഴെയായിട്ട് കുറെ ചൂണ്ടയിടാനായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നേ. ഞാനങ്ങനെ അപ്പുറത്ത് നിന്നിട്ട് ചൂണ്ടയിടുന്നതും കണ്ട് കുറച്ച് സമയം അവിടുത്തെ കാറ്റും കൊണ്ടിട്ട് നേരെ അവിടുന്ന് തിരിച്ച് വീട്ടിലോട്ട് പോയി. ഐസ്ക്രീം കൂടെ മേടിച്ച് കഴിക്കണം എന്ന് പറഞ്ഞാണ് വന്നത്. പക്ഷെ ഐസ്ക്രീമുകാരനൊക്കെ വീട്ടിൽ ചെന്നിട്ടുണ്ട്. അപ്പൊ ഞാനിനി നേരെ വീട്ടിലോട്ട്. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാവേ. അപ്പം ടാറ്റ.